ഷലോം, ഞെറീന ഫ്രാൻസിസ്, യെരുശലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുറച്ച് ലേറ്റായിപ്പോയി സഹോദരങ്ങളെ. ഞാൻ ഉറങ്ങിപ്പോയി. നേരത്തെ ലൈവ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തതാണ്, പക്ഷേ ഉറങ്ങിപ്പോയതുകൊണ്ട് എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ ലൈവ് ചെയ്യാൻ താമസിച്ചത്. എന്നാലും കുഴപ്പമില്ല, ലേറ്റാവും. എന്തായാലും நான் லேட்டஸ்ட்டாக தான் வருவேன் എന്ന് നമ്മൾ പറഞ്ഞ കണക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ണുനട്ട് കാത്തിരിക്കുന്ന ചില വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് സമയവും കാലവും നേരമൊന്നും ഇല്ലല്ലോ. ഒരു മിനിറ്റ്, എനിക്ക് വൈകി. കാറ്റ് എന്താണാവോ, പുറത്തിറങ്ങുമ്പോൾ കാറ്റ്. അപ്പം ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് കല്ലെടുത്ത് പിന്നെ മണ്ടക്കറിയണം. പന്നപ്പാട്ടി തുലുക്കൻ്റെ ഒരു റോട്ടിൽ കല്ലില്ലാതെ പോയി. ഇല്ലെങ്കിൽ ഒരു കല്ലെടുത്തതിൻ്റെ മണ്ടക്കറിയാമായിരുന്നു. പോട്ട് സാരമില്ല, ക്ഷമിച്ച്. ഓക്കെ സഹോദരങ്ങളെ, എന്നോട്ട് ബൂസ് ലോകത്തു מה? יש 540. לא, 540. 13 דקות. אולי זה יבוא מהר. നേരിന്റെ സഖാക്കൾ, എടാ പോടാ. ആണിനെ പോലെയൊക്കെ തൻ്റെ ഇടത്തോടെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് സംസാരിക്കാനുള്ള തൻ്റെ ഇടമൊക്കെ കാണിച്ചിട്ട് വായിലടാ. വിവരം കെട്ടവന്മാരെ, നിനക്കൊക്കെ എന്തിനടാ ഇങ്ങനെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി കറങ്ങി കിടക്കുന്നത്? തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈവിൽ നിൽക്കുന്ന എന്നെ തെറി വിളിക്കാൻ ഫേക്ക് ഐഡി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ എന്നെ എന്തുമാത്രം പേടിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ലൈവിൽ നിന്ന് സംസാരിക്കുന്ന എന്നോട്, ഒരു പെണ്ണായ എന്നോട് നിനക്കൊക്കെ സംസാരിക്കാൻ, നിനക്കൊക്കെ പ്രൊഫൈല് ഫേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം നിങ്ങൾ എന്നെ ഭയപ്പെടുന്നു. അത് തന്നെയാ പറയുന്ന. ഇസ്രായേലിനെ സകല തുലുക്കന്മാരുടെ രാജ്യങ്ങളും പേടിച്ച് കണ്ടം വഴിക്ക് വിറയ്ക്കുന്നത് പോലെ തന്നെയാണ് നീയൊക്കെ എന്നെ മുമ്പിലും പേടിച്ച് വിറയ്ക്കുന്നത്. ഫേക്ക് ഐ ഡി കൊണ്ടുവന്നിരുന്നിട്ട് തെറി വിളിക്കാൻ നോക്കുന്നത്. സ്വന്തം പ്രൊഫൈല് വരാനോ സ്വന്തം ഐ ഡി കാണിക്കാനോ തൻ്റെ ഇടമില്ലാത്തവന്മാർ ഫേക്ക് ഐ ഡിയിൽ വന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ അറിയാം, ഞാൻ തൂക്കി നിൻ്റെയൊക്കെ കമൻറ്റുകൾ എടുത്ത് തീട്ടത്തിനകത്ത് മുക്കിയിടും. പിന്നെ അവിടെ നിന്ന് നീ കുടഞ്ഞെടുത്തോണ്ട് പോയി നക്കി തിന്നേണ്ട ഗതികേട് വരും കമന്റ് ഇടുന്നവന്മാർ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് പറയാം. പറയുന്ന സമയത്ത് സ്വന്തം ഐ ഡിയിൽ നിന്നുകൂടി പറയണം. മനസ്സിലായോ? അപ്പം ഞാൻ തിരിച്ചു തരുന്ന ബോംബും കൂടി എന്ത് ചെയ്യണം? ആറ്റം ബോംബും കൂടി വാങ്ങിച്ചിട്ട് നല്ല കുണ്ടിയും കാണിച്ച് അതിനകത്തോട് ഞാൻ തിരിച്ചു തരുന്ന മിസൈലും കൂടി വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? അതും കൂടി ഞാൻ പറഞ്ഞേക്കുക. അപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ വാർത്താ ചാനലുകളൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് കണ്ടല്ലോ എല്ലാവരും. മീഡിയ വണ്ണും മീഡിയ ഫണ്ണും ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും ഇങ്ങനെ എല്ലാ ചാനലുകളും രാവിലെ തൊട്ട് രാത്രി വരെ കുത്തിയിരുന്ന് ഇവിടെ ഒരു മിസൈലും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. മനസ്സിലായോ? നിങ്ങളുടെ നാട്ടിലുള്ള ചാനലുകൾ പറഞ്ഞു പരത്തുന്നതൊന്നും അല്ലല്ലോ സത്യം. സത്യം ഇസ്രായേലിൽ ഇരിക്കുന്ന ഞാൻ പറയുന്നതാണല്ലോ സത്യം. മനസ്സിലായോ? ഇവിടെ ഒരു മിസൈലും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. അവന്മാരുടെ മുട്ടുകാല് വിറച്ചു. കാരണം അവരുടെ അണ്ടകടാകങ്ങളിൽ കയറി മിസൈൽ ഇട്ട് വെച്ചിരിക്കുക ഇസ്രായേല്. പിന്നെ അവിടുന്ന് എന്തോന്ന് മിസൈൽ ഇങ്ങോട്ട് വിട്ട് കളിക്കാനായിട്ടാ? മിസൈൽ ഉണ്ടായിട്ട് വേണ്ടേ മിസൈൽ ഇങ്ങോട്ട് വിടാനായിട്ട്? അവന്റെ അണ്ടകടാകങ്ങൾ വരെ പൊട്ടിക്കുന്ന രീതിയിൽ ഇസ്രായേല് മിസൈലിട്ട് അവിടെ പൊട്ടിച്ചു വെച്ചിരിക്കുക. അവന്റെ എന്താ പറയുന്നത്, ആയുധം ഉണ്ടാക്കുന്ന ആയുധശാല, അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങള്, ഇതെല്ലാം ഇസ്രായേല്
എന്തുവാ തരിപ്പണമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നുമില്ല ഇനി ഇങ്ങോട്ട് വിടാനായിട്ട്. അതുകൊണ്ട് ഇപ്പം മിസൈലൊന്നും ഇസ്രായേലിലോട്ട് വിടുന്നില്ല. പിന്നെ വിട്ടാലും 1 2 ഒക്കെ വീഴുന്നുണ്ടായിരിക്കും. അതൊക്കെ ആകാശത്ത് അയൽഡോം നല്ല വൃത്തിയാണോ പൊട്ടിക്കുന്നുമുണ്ട്. പറഞ്ഞ മനസ്സിലായോ? ഉനൈസ് കെ വെന്നിയൂർ, ഒരു മിനിറ്റ്. ഉനൈസ് കെ വെന്നിയൂർ, ഉനൈസ് കെ വെന്നിയൂര്, മാളത്തിൽ പോയി ഒളിക്കാൻ നോക്കടി. ഉനൈസ് കെ വെന്നിയൂര് നമ്മുടെ കൊതമത് ആയിഷാനെ ഷഡ്ഡിയും പ്രായും ഇട്ട് നടന്നതിന്റെ കഥയാണോ ഇപ്പൊ വന്ന് പറയാൻ ഉദ്ദേശിച്ചത്? കേൻ മാമി ലോലല്ലോ മാത്രൊടിച്ചാ മാത്താറൊടിച്ചേ മാ കേൻ ബേത്താ കേൻ הכל בסדר, ברוך השם. יש מאמי, הכל מספיק. എടാ ആയിഷയുടെ ഷഡ്ഡിയും പ്രായും ഇട്ട് കൊതമതിന് ആയത്ത് വരുന്ന സമയത്ത് ആയിഷയുടെ ഷഡ്ഡിയും പ്രാടി ഇല്ലെങ്കിൽ കൊതമതിന് ആയത്ത് വരത്തില്ല പോലും. ഞാൻ പറഞ്ഞല്ല കേട്ടോ. ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത് പ്രിയ സഹോദരങ്ങളെ. ഇത് റീനയുടെ സ്വന്തം കണ്ടുപിടുത്തലോ അല്ലെങ്കിൽ ഇവന്റെ കൊതമതിന്റെ മതത്തെ കളിയാക്കാൻ വേണ്ടി റീന സ്വയം പറഞ്ഞുണ്ടാക്കിയ ഒരു തക്കിയോ അല്ല. അവന്റെ ഖദീസിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ആയിഷ ബേബി പറഞ്ഞത് തന്നെയാണ്. ആയിഷ ബേബി പറഞ്ഞ കാര്യമാണ്. എന്റെ കൊതമതിന് എന്തുവാ ആയത്ത് വേണമെങ്കിൽ, തള്ളാഹു ആയത്ത് വഹി ഇറക്കി കൊടുക്കണമെങ്കിൽ എന്റെ ഷഡ്ഡിയും പ്രായും ഇട്ടാൽ മാത്രമേ തള്ളാഹു വഹി ഇറക്കി കൊടുക്കത്തുള്ളൂ. അപ്പൊ കൊതമതിന്റെ പാരമ്പര്യം എന്നോട് പറയരുത്. ആയിഷയുടെ ബാടിക്കകത്തും ഷഡ്ഡിക്കകത്തും കയറി ഇരുന്നുകൊണ്ട് വഹി ഇറക്കി തന്ന് നിന്നെയൊക്കെ 72 ഹൂറിമാരെ സ്വർഗത്തിൽ തരാമെന്നോ വിളിച്ചു പറഞ്ഞ് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച് നിന്നെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന കൊതമതെന്ന് പറഞ്ഞ കഴിവേറി മോനുണ്ടല്ലോ, അവന്റെ സോക്കേടിൽ ഇവിടെ വന്ന് കമന്റ് എഴുതിയാലുണ്ടല്ലോ, കാല് മടക്കി തരുന്ന ഒരു ചവിട്ടുണ്ടല്ലോ, നീ തെറിച്ചു ഇറാനകത്ത് പോയി കിടക്കും. പിന്നെ അവിടെയുള്ള മിസൈലിനകത്ത് നിന്റെ കുണ്ടിക്കകത്ത് അവിടെയുള്ള മിസൈൽ കയറി ഇറങ്ങും. കേട്ടോ ഉനൈസ് കെ വെന്നിയൂർ ചേറ്റേ, ഓട് കണ്ടം വഴിക്ക്. അപർണ മോഹൻ പൊന്നുമോളെ ചെല്ല്. ഞാൻ നേരത്തെ പറഞ്ഞ് വായി മൂടി വെച്ചതേ ഉള്ളൂ. സ്വന്തം പ്രൊഫൈലില്, ഞാനിവിടെ സ്വന്തം പ്രൊഫൈലിലല്ലേ നിൽക്കുന്നേ. എടാ നിന്നോടൊക്കെ സംസാരിക്കാനായിട്ട് വിവരം കെട്ടവന്മാരെ റീന എന്ന് പറയുന്നവള് സ്വന്തം പ്രൊഫൈലില് ലൈവിൽ വന്ന് സംസാരിക്കുമ്പം മനസ്സിലായോ? സെബാസ്റ്റ്യൻ തിരുനക്കര പോയി സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വച്ചല്ലേ, ഓട് കണ്ടം വഴിക്ക്. മനസ്സിലായോ? സ്വന്തം പ്രൊഫൈലൊന്നും ഇല്ല, ഫേക്ക് ഐഡികളിലാ വരുന്നത് എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട്. കേട്ടോ അടുത്തത് വന്നിരിക്കുന്നുണ്ടോ? ഇതേ അടുത്തതും സ്വന്തം ഫേക്ക് ഐഡിയിൽ വന്നിരിക്കുക. ജെറുസലേം അമ്മായി എന്നുള്ള പേരില് കേട്ടോണേ എന്നെ തെറി വിളിക്കാൻ എന്റെ പേരിൽ തന്നെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയിരിക്കുന്ന തുലുക്കന്മാരുടെ മാനസികാവസ്ഥ നിങ്ങൾ നോക്കിയടെ പ്രിയ സഹോദരങ്ങളെ. എന്താടാ നിങ്ങളൊക്കെ ഇങ്ങനെയാകുന്നേ? ലോകരാജ്യങ്ങൾ മുഴുവനും ബെഞ്ചമിൻ നെതന്യാഹുവിനെ പേടിക്കുന്നു, തുലുക്കന്മാര് മുഴുവനും എന്നെ പേടി. അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ തെറി വിളിക്കാൻ എന്റെ പേരിൽ തന്നെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുക. മനസ്സിലായോ? അല്ല എന്തോ ഉദ്ദേശിക്കുന്നേ? ഞാൻ എന്തോ ചോദിക്കാൻ അതുകൊണ്ട് എന്നെ തെറി വിളിക്കണമെന്ന് ഭയങ്കര വാശിയും മോഹവും ആഗ്രഹവും ഒക്കെ ഉള്ളവരൊക്കെ അവനവന്റെ സ്വന്തം പ്രൊഫൈലിട്ട് ചങ്കൂറ്റത്തോടു കൂടി വാ വന്ന് സംസാരിക്ക്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇവിടത്തും പോയിട്ടില്ലല്ലോ, ലൈവ് അല്ലേ. വാ വാ വാ, ഫേസ് ടു ഫേസ്. വാടാ 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 വാടാ. ദേ അബ്ദുൾ വാഹ് ഡാടാ പോടാ, പ്രൊഫൈൽ ഇട്ട് വാടാ വിവരം കെട്ടവനെ. എന്തിനാടാ ഇങ്ങനെയാ? ഇവന്മാരോട് എത്ര പറഞ്ഞാലും ഈ തീട്ടം പിടിച്ചവന്മാര് തൂറാൻ തൂറിയിട്ടുണ്ടാക്കിയ സാധനമല്ലേ. നൗഷാദ് ഗു എളവനപ്പറമ്പില്. നീ ഇളകി തൂറിക്കിടക്കുവാണോ പറമ്പില്? നൗഷാദ് ഗു ഇളകി തൂറിക്കിടക്കുവാണെന്ന് പറമ്പില്. അമ്മയുടെ പേരാണോ പൊലയാടിച്ചി? ഷോ എന്റെ ദൈവമേ, ഉമ്മാന്റെ പേര് നൗഷാദ് ഗു എലവനപ്പറമ്പിലിന്റെ ഉമ്മാന്റെ പേര് പൊലയാടിച്ചിന്ന്. ആ ഉമ്മയ്ക്കൊരു ഹായ് പറയണോ?
അപ്പൊ ശരി, നൗഷാദ് ഗു എലവനപ്പറമ്പിൽ ഇളകി തൂറി കിടക്കുന്ന പറമ്പിൽ കിടക്കുന്നവന് അവന്റെ ഉമ്മയുടെ പൊലയാടിച്ചി ഉമ്മയ്ക്ക് ഒരു ഹായ് പറയണമെന്ന്. ശരി, നിന്റെ ഉമ്മ പൊലയാടിച്ചിക്ക് ഒരു ഹായ്. മതിയോടാ നൗഷാദേ, മതിയോടാ? ഹായ് കിട്ടിയോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇളകിത്തൂറി പറമ്പിൽ കിടക്കുകയാണ് നൗഷാദ്. ഇളവനപ്പറമ്പിൽ ഇളകി കിടക്കുകയാണ്. എന്താ ഞട്ടും ബോൾട്ടും ഒക്കെ പോയി കിടക്കുവാണ്. ഇപ്പൊ കൊമേനിയുടെ ഞട്ടും ബോൾട്ടും ഒക്കെ പോയി കിടക്കുക. കൊമേനി ഇപ്പൊ നട്ടും ബോൾട്ടും ഒക്കെ പോയി ബംഗറിനകത്തിരുന്ന് തൂറണോ പെടുക്കണോ എന്നൊന്നും അറിയാതെ രണ്ടും കൂടി ഒരുമിച്ചൊക്കെ പോകുന്നൊക്കെ പറയുന്നത് കേട്ട്. ഇപ്പൊ നാട്ടിലെ തുലുക്കന്മാർക്കെല്ലാം ഒരുമിച്ച് അതുപോലെ തൂറ്റലും പെടുക്കലും ഒക്കെ ആയിട്ട് കിടക്കുക. എന്റെ ദൈവമേ, ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ സുഖമരം, സന്തോഷം, സമാധാനം. ഇവിടെ എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നുണ്ട്. സമാധാനക്കേട് മുഴുവൻ നമ്മുടെ തുലുക്കന്മാരുടെ രാജ്യത്തിലല്ലേ. പറച്ചിൽ മുഴുവൻ എന്തുവാ, ഞങ്ങൾ സമാധാന മതക്കാർ, നമ്മൾ കൊത മതക്കാരും സമാധാന മതക്കാരുമാണ്. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ, കൊതവും പൊളിയും സമാധാനവും പോയി കിട്ടും. ഇതാണ് നമ്മുടെ സമാധാന മതക്കാരുടെയും കൊതമലക്കാരുടെയും പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. നിങ്ങൾക്ക് ഏതെങ്കിലും തുലുക്കന്റെ രാജ്യത്തിൽ സമാധാനം ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആകെ പറയും, എന്താ പറയുന്നറിയാമോ, സൗദി കണ്ടില്ലേ, ദുബായ് കണ്ടില്ലേ എന്ന് കുറെ GCC കൺട്രികളെ എടുത്തുകൊണ്ട് വന്ന് പറയും. അവിടെയൊക്കെ സമാധാനത്തോടെ അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. കാരണം യഹൂദന്റെ ടെക്നോളജിയൊക്കെ അതുപോലെ ഉപകാരപ്പെടുത്തി അതുപോലെ അനുസരിച്ച് ജീവിക്കാൻ നോക്കുന്നത് കൊണ്ടാ. അതുകൊണ്ടാ. അല്ല തലയ്ക്ക് മതഭ്രാന്ത് മൂത്ത് ഇങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ അവിടെ സമാധാനം പോയി കിട്ടും. മനസ്സിലായോ? തോമസ് വർഗീസ്, ഹെൽമെറ്റ് നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്ത് ഒരു ആപ്പിട്ട് അടച്ചു വെക്കും. ചിലപ്പോൾ മിസൈൽ കയറി നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് കയറിപ്പോകും. തോമസ് വർഗീസേ, മനസ്സിലായോ? തോമസ് വർഗീസ്, നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്ത് ഒരു ആപ്പിട്ട്, നമ്മൾ ബീർ കുപ്പിക്കകത്തൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ആപ്പ് കിട്ടുമല്ലോ, ഇങ്ങനെ അടയ്ക്കുന്ന ആപ്പ്, അതെടുത്ത് വാങ്ങി നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് കയറ്റി അടച്ചു വെക്കേ. ഇല്ലെങ്കിൽ മിസൈൽ വന്ന് നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് കയറിപ്പോകും. പറഞ്ഞ മനസ്സിലായാടാ തോമസ് വർഗീസേ? ഇപ്പൊ തുലുക്കന്മാർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ വർഗീസുമാർക്കും തോമസുമാർക്കൊക്കെ ഇറങ്ങിയിരിക്കുന്ന പ്രശ്നവുമായിട്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ സമാധാനം ഏകദേശമൊക്കെ പോയി കിട്ടിക്കഴിഞ്ഞു. ഉടനെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാ വന്ന അഷറഫ് MP. ഗാസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ചെയ്തതിന് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു മോളെ. അത് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആര്? മീഡിയ ഫണ്ടിന്റെ കഥയല്ലേ? അഷറഫ് MP. എടാ, പണ്ടത്തെ തുലുക്കനെ തൂറാൻ എഴുതിയ കൊതമ്പതിന്റെ പുസ്തകം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മീഡിയ ഫണ്ടിന്റെ പുസ്തകം കഥ എഴുതുന്നതിൽ വിശ്വസിക്കുന്നതിനകത്ത് അധികം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചു പോകും. തൂറാൻ എഴുതിയ തുലുക്കൻ 72 കൂറിമാരെ തരുമെന്ന് പറഞ്ഞു കാമാത്തിപ്പുരയും സോണാക്കാച്ചിയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു. വ്യഭിചാരശാല കെട്ടിയിട്ടിട്ടുണ്ട്. 72 കൂറിമാരെ വ്യഭിചരിക്കാനുള്ള വ്യഭിചാരശാല വന്നിട്ടുണ്ട്. നാട്ടുകാരെയൊക്കെ കൊന്നിട്ട് വന്നാൽ മതി. വ്യഭിചരിക്കാനും മദ്യപിക്കാനുള്ള കാമാത്തിപ്പുരയും സോണാക്കച്ചിയൊക്കെ തള്ളാഹു കെട്ടിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് പുസ്തകത്തിനകത്ത് എഴുതി വെച്ച കൊതമ്പത്തിന്റെ പുസ്തകം ഇപ്പോഴും പേറിക്കൊണ്ട് നടക്കുന്നവന്മാരല്ലേ. മീഡിയ ഫണ്ടിനെ നിങ്ങൾ വേഗത്തിൽ വിശ്വസിക്കും എന്നുള്ളത് എനിക്ക് നല്ല വൃത്തിയാണ് അറിയാം. ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതെ, അതുകൊണ്ടാ കൊതം പൊളിഞ്ഞതായ ഹൊമേനി ബംഗറിനകത്ത് കയറിയിരിക്കുന്നത്. മനസ്സിലായോ? ജോൺ ഡിക്രൂസ്. അയ്യോ മാന്യന്മാരെ, എൻ്റെ പേജിനകത്ത് കയറി മാന്യത വല്ലം ചമഞ്ഞ് വല്ലം വർത്തമാനം പറഞ്ഞ കാലേ വാരി അടിക്കും ഊളകളെ. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എൻ്റെ പേജിൽ നിന്ന്, വൃത്തികെട്ടവന്മാരെ. ജിൻസ് മണ്ഡലം, നിന്റെ മണ്ഡലം അടിച്ച് പൊട്ടിക്കുന്നതിന് മുമ്പേ സ്ഥലം കാലിയാക്കി പോയിക്കോ. പറഞ്ഞാൽ മനസ്സിലായോ? നിന്നോടൊക്കെ പറഞ്ഞു മാന്യത ഇല്ലാതെ എൻ്റെ പേജിനകത്ത് കയറി വരാം. നിനക്കൊക്കെ അറിയത്തില്ല ഞാൻ ഇങ്ങനെയാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക. നിനക്കൊക്കെ അറിയത്തില്ലടാ വിവരം കെട്ടവന്മാരെ. കുറെ ക്രിസ്ത്യാനി ഊളകൾ ഇറങ്ങിയിട്ടുണ്ട്. പോയിട്ടാ പൊടാ ഇറങ്ങിപ്പോടാ. ആണും പെണ്ണും കടശികണ്ടികളെ എൻ്റെ പേജിനകത്ത് കയറിയിരിക്കാതെ. നിനക്കൊക്കെ പേജിൽ വന്ന് ലൈവ് കാണുകയും ചെയ്യണം. എന്നിട്ട് വലിയ സയ്യിദ് ആഷിദ് തനൂർ. അതേടാ, നീ മരിച്ചു എന്നാണല്ലോ കേട്ടത്. റീനയുടെ ആത്മാവ് വരെ വെറുതെ വിടത്തില്ല നിങ്ങൾ. അതാണ് അതിന്റെ രസം. ഞാൻ ആത്മാവാണ്. ഇതാ പറഞ്ഞ് നടക്കുന്നു. കണ്ടില്ലേ?
ഫൈസൽ CV. ഉമ്മാന്റെ കൊതമൊന്ന് കാണിക്കാമോന്ന്. അതിനെന്താ കാണിക്കാമല്ലോ, ഒന്ന് ഫോട്ടോ ഇട്ട് തന്നാൽ മതി. ഫൈസൽ CV. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, അവൻ്റെ ഉമ്മയുടെ കൊതം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കുക. അപ്പം നമുക്ക് അവൻ ഫോട്ടോ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ്റെ ഉമ്മയുടെ കൊതം നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഉറപ്പായിട്ട് നടക്കുന്നത് തന്നെയാണ്. ഫൈസൽ KV, ഡോണ്ട് വറി. ഫൈസൽ CV. ഉമ്മാന്റെ കൊതം ഫോട്ടോ ഇടൂ. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം, ലൈവായിട്ട് തന്നെ കാണിച്ചു കൊടുക്കാം. ഇവനറിയാവേ ഞാൻ ലൈവ് ടെലികാസ്റ്റ് നടത്തുന്ന ആളാണ്. അപ്പം എന്തുവാ മറ്റേ പ്രൊഫൈൽ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണെന്ന് കൊച്ചിന് നല്ല വൃത്തിയാണ് അറിയാവുന്നത് കൊണ്ട് അവൻ്റെ ഒരു ആഗ്രഹമാണ് അവൻ്റെ ഉമ്മേൻ്റെ കൊതം ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഉറപ്പായിട്ടും ഫൈസൽ, ഡോണ്ട് വറി കണ്ടാ. നിന്റെ ഉമ്മയുടെ കൊതം എന്താ? നിന്റെ ഉമ്മയുടെ കൊതം മാത്രമല്ല, നിന്റെ ഭാര്യയുടെ കൊതവും കൂടി ചേർത്ത് അയച്ചോ, വേണമെങ്കിൽ മോളുടെയും കൂടി അയച്ചോ, എല്ലാം കൂടി ഞാൻ കാണിച്ചു കൊടുത്തോളാം. നീ ഏതാ ജാതി? lama בסדר. לא, אולי הנה גרשון, חיים טוב. בסדר גמור. רק שנייה ממה. אולי אם לא באוטובוס, מה אני אעשה? שם? כן, ללכת יותר טוב. פה, איך אני ללכת? אולי, מה אני אעשה? אולי. רק שנייה. ജോൺ ഫിലിപ്പേ, ഫേക്ക് ഐഡിയിൽ വരരുത്. നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തം ഐഡികൾ ഉപയോഗിച്ച് എന്നോട് സംസാരിക്കാവുന്നതാണ്. മനസ്സിലായോ? ഫേക്ക് ഐഡിയിൽ വരരുത്. התחנה הבאה, יקותיאל אדם, דוד ניב. נוסעים נכבדים, זכרו לתקף בכל תחילת נסיעה באמצעות הרב-קו או ביישומון. ഫൈസൽ CV. ഇതെല്ലാം കാണുന്നുണ്ട് ചേറ്റേന്ന്. നിന്റെ ഉമ്മയുടെ ബോധം കാണിക്കാനല്ലേ നീ ഇങ്ങോട്ട് വന്നേ? എന്നിട്ട് ഇപ്പൊ എന്തിനാ എന്നോട് ഇങ്ങനെ പറയുന്നത്? എന്റെ പ്രിയ സഹോദരൻ, ഇത് തന്നെയാണ് കമന്റ് ഇട്ടത്, എന്റെ ഉമ്മയുടെ ബോധം ഒന്ന് കാണിച്ചു. എന്നിട്ട് എന്നോട് വന്നിട്ട് പറയാണേ എല്ലാരും കാണും. അപ്പൊ എല്ലാരും കാണുന്നുണ്ടെന്ന് കണ്ടിട്ടല്ലേ നീ അങ്ങനെ കമന്റ് ഇട്ടേ? ഇല്ലാതെയാണോ നീ കമന്റ് ഇട്ടേ? കാറ്റത്തൊക്കെ പറഞ്ഞു മുണ്ടിയൊക്കെ ഒരു കൊലമായി. കുഴപ്പമില്ല, സെറ്റപ്പാണ്. എന്റെ പൊന്നു സുരേഷ് ടേക്ക് വിശേഷങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈവല്ലേ, വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കുഴപ്പവുമില്ല, എല്ലാവരും സമാധാനത്തോടിരിക്കുന്നു. ഇറാനിൽ നിന്ന് കത്തുന്നു. ഇസ്രായേൽ സമാധാനത്തോട് സന്തോഷത്തോടും ആടിയും പാടിയും സന്തോഷത്തോടു കൂടി ഇസ്രായേൽ ജീവിക്കുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ജിൻസൺ മണ്ഡലം. അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചീത്ത വാക്ക് പറയല്ലേ നീ? എന്നോട് ചീത്ത പറയുന്നവന്മാർക്ക് ഞാൻ ചീത്ത പറയും. ദേ ഫൈസൽ CV എന്താണ് കമന്റ് ഇട്ടെന്ന് പോയി ഒന്ന് വായിച്ചു നോക്കും. മണ്ഡലം പോയി ഒന്ന് വായിച്ചു നോക്കിയിട്ട് വാ. അപ്പൊ അവൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് മണ്ഡലം പിന്നെ പറഞ്ഞോളൂ. മനസ്സിലായോ? ഫൈസൽ CV. ഉമ്മ നല്ലപോലെ കിടന്നു കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് കൊതത്തിന്റെ ഫോട്ടോ ഇട്ട് തരാം, ഉമ്മയുടെ കൊതത്തിന്റെ ഫോട്ടോ ഇട്ട് തരാം നാട്ടുകാരെ ഒന്ന് കാണിക്കുന്നു ചോദിച്ചാൽ മതി. ശരിക്കും വായി എന്തിനാടാ നിന്റെ ഉമ്മ കിടന്നു കൊടുക്കുന്ന കാര്യമൊക്കെ എന്നോടൊന്ന് പറയുന്നത്? പണ്ട് ആമിനത്താത്ത കിടന്നു കൊടുത്തിട്ടാണ് കൊതമ്പതിനെ ഉണ്ടാക്കിയത്. അത് ഓടി നടന്ന് വെടിവെച്ചിട്ട് ലാസ്റ്റ് കുഞ്ഞും ചെരുവിൽ ഈന്തപ്പന എന്നൊക്കെ പേര് വരെ വന്നു ആമിനത്താത്തക്ക്. ആയിഷയുടെ കാര്യം പിന്നെ പറയണ്ട. കൊതമ്പെന്ന് പറയുന്നവൻ നേരാവണ്ണം നല്ല മുഴുത്ത അണ്ടിയില്ലാത്തത് കൊണ്ട് ആയിഷയ്ക്ക് സഫാനത്തിലേക്ക് പോകേണ്ടി വന്നു. ഇതൊക്കെ ഗതികെട്ട ലൈഫ് സ്റ്റൈലാണെന്നൊക്കെ നമുക്കറിയാം. അത് വിളിച്ചു പോവാനാണോ നീ ഇങ്ങോട്ട് വന്നേ? ഫൈസൽ CV. എടാ നിന്റെ മൂഡ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്കും ഓർത്തിട്ട് വേണം വെക്കാനായിട്ട്. ഇത് യെരുശലേമിലെ റീനയാണെന്ന് പറഞ്ഞിട്ട്
മിസൈല് നിന്റെ മൂക്കിനകത്തോട്ട് കയറ്റിയാലുണ്ടല്ലോ, അത് മേളിൽ പോയി പൊട്ടിത്തെറിച്ചാലുണ്ടല്ലോ, കുടുംബത്തോടെ നീ സ്വാഹ. പറഞ്ഞ മനസ്സിലായോ? ഫൈസൽ സി വി. അതുകൊണ്ട് ദയവ് ചെയ്ത് നിന്റെ മൂഡ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിന്റെ മൂഡ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ മിസൈൽ വെച്ച് അടിക്കും. അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നിന്റെ മൂഡ് ഇവിടെ കൊണ്ടുവയ്ക്കാനായിട്ട്. പണ്ട് ഇറാന് ഇസ്രായേൽ എൻ്റെ മുൻവശത്ത് കൊണ്ടുപോയി സിറിയ കുനിഞ്ഞിന്ന് കൊടുത്തു, ഹമാസ് കുനിഞ്ഞിന്ന് കൊടുത്തു, ഹിസ്ബുള്ള കുനിഞ്ഞിന്ന് കൊടുത്തു, ഇപ്പൊ ഇറാനും കുനിഞ്ഞിന്ന് കൊടുക്കുക. ഇസ്രായേൽ നല്ല മുഴുത്ത മിസൈല് കുണ്ടിക്കകത്ത് കയറ്റി അടിച്ച് വാണം പോലെ വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇരുന്ന് മോങ്ങുക, മാമ കുണ്ടിക്കുൾ 2 കുണ്ട് മാമ എന്നുപോലെ. ഇതുപോലെ നീയൊക്കെ വന്ന് എൻ്റെ നീയൊക്കെ വന്നിട്ട് എൻ്റെ എന്താ പറയുന്നത് ലൈവിനകത്ത് വന്ന് നിന്റെയൊക്കെ കുണ്ടി കൊണ്ടുവന്ന് കുനിഞ്ഞു നിർത്തിയാൽ നിന്റെ തള്ളാതിലും 5 നേരം നീയൊക്കെ കുനിഞ്ഞ് കൊതം കൊടുത്ത് കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുമായിരിക്കും. പക്ഷെ എന്റെ മുമ്പിൽ കുഞ്ഞിരിക്കുന്നെങ്കിൽ മറുമുത്തും കലവിലെ ശ്രീനിവാസനേക്കാളും ഇഷ്ടമായിട്ട് നിങ്ങളുടെ അവസ്ഥ മാറും. അതുണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുക. ഞാൻ ലൈവ് വരുന്നത് ഇസ്രായേലിൻ്റെ കാര്യത്തെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും പറയാനാണ്. പക്ഷെ എൻ്റെ ലൈവിൽ വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി തോന്നിയ മാസം പറയാൻ അത്ര ചങ്കുറ്റുണ്ടോ? ഉണ്ടോ? നോ 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 നോ. നാനടിച്ച തങ്കമട്ട എന്നാലും മാസം തൂങ്കമട്ട മോദി പരി വീട് പോയി സേരമട്ട എന്ന് പറഞ്ഞ കണക്ക് നാനടിച്ചാൽ താങ്കമട്ടേ. സലീം പൂനം കടവൻ. എന്തുവാടെ പൂണം കടവൻ? പൊന്നം കടവൻ. ഈ തള്ളച്ചാത്തില്ലേ എന്നല്ലേ നീ ചോദിച്ചേ? ഇല്ലടാ, നിന്റെയൊക്കെ 16 അടിയന്തരം കഴിഞ്ഞിട്ടേ ഈ തള്ള ചാകും. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് എന്റെ മരണം കാത്തിരിക്കുന്നവര് 5 നേരം നിസ്കരിച്ചാലും നടക്കത്തില്ല. നീയൊക്കെ 10 നേരം കമിഴ്ന്ന് കിടന്ന് നിസ്കരിച്ചാലും തള്ളാകു നിന്റെ ഒന്നും പ്രാർത്ഥിക്കേക്കാൻ പോകുന്നില്ല. തള്ളാകുവിനറിയാം, റീനെ തൊട്ട് കളിച്ചാൽ ആ കളി തിക്കളി സൂക്ഷിച്ചോ എന്ന് തള്ളാകുവിനറിയാം. ഒന്നാതെ ഇപ്പം നിർത്തിയിരിക്കുന്നത് നമ്മൾ ബഹിരാകാശത്തില്ല. തള്ളാകുവിനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. തള്ളാകു ഇങ്ങനെ ഇറങ്ങി വരും. നിങ്ങൾ കൊണ്ടുവന്ന് ഭഗീധരൻ ചെറിയ വെടിപാടൊന്ന് വലിയ വെടിപാടൊന്നെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളാകുവിന് വേണ്ടിയിട്ട് ഒരു വെടിപാട് എനിക്ക് അർപ്പിക്കും. അപ്പൊ ഞാൻ അടുത്ത അടി അടിക്കുന്നതിനകത്ത് തള്ളാകു എന്ത് ചെയ്യും? ഇറങ്ങി വരുന്ന തള്ളാകുക വീണ്ടും മുകളിലോട്ട് കയറും. നിങ്ങളായിട്ട് കയറ്റി വിടുന്നതാ, ഞാനല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ചാകുന്ന കഥ, ആ കഥ ഈ കഥയൊന്നും പറയുന്നത്. צומת הכניסה לעיר. נוסעים נכבדים, זכרו לתקף בכל תחילת נסיעה באמצעות הרב-קו או ביישומון. സഞ്ജു കേരള. സഞ്ജു കേരളയ്ക്ക് വട്ടായോ? നിന്റെ അമ്മയ്ക്ക് വട്ടാണോ? അറിയത്തില്ല സഹോദര. ഇപ്പൊ എന്തുവാ ഞാൻ വട്ടിന് ചികിത്സിക്കണോ നിന്റെ അമ്മേനെ? സഞ്ജു കേരള, നിന്റെ അമ്മേനെ ഞാൻ വട്ടിന് ചികിത്സിക്കണോ? ഊളംപാറയെ കൊണ്ട് വിടടാ വിവരം കെട്ടവനെ. നിനക്കാണോ വട്ടത്? നിന്റെ അമ്മയ്ക്കാണോ വട്ട്? സഞ്ജു കേരള, നിങ്ങൾക്ക് 2 പേർക്ക് ആരൊക്കെയാണോ വട്ട് ഒന്നിനും കൂടെ പറയി പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത്, പിന്നെ കുതിരവെട്ടത്ത് വയ്ക്കോ. അതായത് എന്നോടല്ല ചോദിക്കേണ്ടത്, മനസ്സിലായോ? പുതിയ വാങ്കൊന്ന് വിളിക്കാമോ? തള്ളാകു കുക്കുംബർ ആറാണ്ടപ്പന് അനീഷ് കൊച്ചി. നോ ഫേക്ക് ഐഡികൾക്ക് പ്രവേശനമില്ല. ഇത് ഒറിജിനൽ ഐഡിയിൽ ലൈവായി വന്നുകൊണ്ടിരിക്കുന്ന റീനയാണ്. അപ്പോൾ റീനയോട് സംസാരിക്കാൻ ഒരു ലൈവായി തന്നെ വരണം. സലീം പൊന്നം കടവൻ, ഒരു മിസൈൽ നിന്റെ മുമ്പിൽ പൊട്ടും, അത് ഉറപ്പാണ്. എന്ത് നടക്കാത്ത സ്വപ്നം, എന്ത് നല്ല നടക്കാത്ത സ്വപ്നമാണ്. 6 വർഷമായിട്ട് ഇതല്ലേ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്. 6 വർഷമായിട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്. പാവ സുഡാപ്പികള്. ഒരു ഭാഗത്ത് പറയുന്നു എന്തുവാ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തലയിൽ ബോംബ് വീഴണം, മറുഭാഗത്ത് പറയുന്നു റീനയുടെ തലയിൽ ബോംബ് വീഴണമെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ
ആരുടെ തലയിൽ എപ്പോൾ ബോംബ് വീണാണ് തള്ളാഹു ജയിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ നടക്കാത്ത സ്വപ്നങ്ങളൊന്നും പറയരുത് സഹോദരങ്ങളെ. ഈസ് ദിസ് ട്രെയിൻ ഓർ ബസ്? ഇത് ബസ്സാണ് പ്രിയ സഹോദരങ്ങളെ. വളരെ മനോഹരമായ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ബസ് കണ്ടോ. ചാർജ് കുത്താം, പിന്നെ AC ഉണ്ട്, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ഉള്ള ഒരു ബസ്. നാണക്കേട് മറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സുഡാപ്പികളെല്ലാം എൻ്റെ പേജിൽ വന്നിരുന്ന് കരയുകയാണ്. കുഞ്ഞുങ്ങളെ ശ്രീനാഥ് PM ഈ ജാതിയോട് ഇങ്ങനെയേ മറുപടി കൊടുക്കാവൂ. ഈ ജാതിക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ദൈവദാശിനെയും ഈ ജാതിയോട് കാണിക്കാൻ പാടില്ല. ഇങ്ങനെ വന്ന് നമ്മളോട് സംസാരിക്കുന്നവന് അങ്ങനെ തന്നെ അടി കൊടുക്കണം. തീട്ടം വാരി എറിയാൻ ഉദ്ദേശിക്കുന്നവനെ തീട്ടത്തിൽ കുളിപ്പിച്ചിട്ട് പറഞ്ഞു വിടണം. അതാണ് ചെയ്യേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? തീട്ടം വാരിയാണ് എറിയാൻ ഒരുത്തൻ വന്നിരിക്കുന്നതെങ്കിൽ അവൻ്റെ തീട്ടം നിങ്ങൾ പേറി നടന്ന് അപ്പുറത്ത് മാറിയിരുന്ന് കരയുന്നതിനേക്കാളും നല്ലത്, അവനെ ചിരിക്കാൻ അവസരം മുടക്കി കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവനെ തീട്ടത്തിൽ നിങ്ങൾ കുളിപ്പിച്ച് വിടണം. അവൻ കുളിച്ചിട്ട് ഇറങ്ങിപ്പോകണം തീട്ടത്തിൽ. നിങ്ങളുടെ കയ്യും കാലിലും കൽപ്പും തീട്ടം പറ്റുമായിരിക്കും, കഴുകി കളയാമെന്നേ. പക്ഷെ നിങ്ങളെ തീട്ടം വാരി എറിഞ്ഞ് അപമാനിച്ചിട്ട് രസിച്ച് ചിരിച്ച് പോകാൻ അനുവദിച്ചു കൊടുക്കരുത് പ്രിയ സഹോദരങ്ങളെ. ഇനിയെങ്കിലും പഠിക്കുക. എൻ്റെ പേജ് നിങ്ങൾക്കൊക്കെ ഒരു പാഠമാണ്. പിന്നെ ഇതിനകത്ത് ഭയങ്കര എന്താ പറയുക, മാന്യന്മാരൊക്കെ കുറേ പേര് വരും. ആ മാന്യന്മാരൊക്കെ മര്യാദയ്ക്ക് ഇറങ്ങി അവനവൻ്റെ വഴിക്ക് പോയിക്കോ. മാന്യതയും കൊണ്ട് ഇന്ന് കഴിഞ്ഞാലേ ചിലപ്പോൾ കൊതം പൊളിച്ചു തരും. ഇവന്മാരെല്ലാം പൊളിച്ചു തരും. മനസ്സിലായോ? HRS പുലിയോടൻ, നിനക്ക് കമന്റ് ഇടാൻ ഞാൻ അവസരം തരാം. സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് നീ വന്ന് കമന്റ് ഇട്ടോ. എത്ര വേണമെങ്കിലും അവസരം ഞാൻ നിനക്ക് തരാം. നീയോ בסדר, אני גם פה, אחר כך הוא ב-62 משהו, לא בא? בסדר. איפה הולכת עכשיו? כן? ഒരു മിനിറ്റ് സഹോദരങ്ങളെ. פה באוטובוס יש מאמי? זה אוטובוס, זה 411. וואו, קשה לה. יש עוד משהו? מה אתה גם? איפה? לא, 441. ויצמן, גבעת שאול, צומת הכניסה לעיר. സുമിൻ, കൊല്ലം സുമിൻ, നിന്റെ ഭാര്യയ്ക്ക് കുറച്ച് തീട്ട ജ്യൂസ് കലക്കി കൊടുത്തേരെ. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ ഡയറ്റ് ചെയ്ത് ക്ഷീണിച്ചതാ. മനസ്സിലായോ? ഞാനായിട്ട് എൻ്റെ വണ്ണം കുറച്ചതേ. ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ വണ്ണം കുറച്ചു. മനസ്സിലായോ? എൻ്റെ ഭാര്യയ്ക്ക് അവർക്ക് വല്ല ക്ഷീണവും തോന്നുന്നുണ്ടെങ്കിൽ തുലിക്കന്മാർ ദൂറ് വയ്ക്കുന്ന തീട്ടം കലക്കി അവിടെ അണ്ണാക്കിനകത്തോട് കാടി വെള്ളം കൂടി ചേർത്തങ്ങ് ഒഴിച്ചു കൊടുക്കുക. സുമിൻ, കൊല്ലം. പറഞ്ഞാൽ മനസ്സിലായോ? സുമിൻ, കൊല്ലം. സുമിനെ ഭാര്യയ്ക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ തുലിക്കന്മാർ തൂർന്ന തീട്ടം ഉണ്ടല്ലേ, അതിനകത്ത് കുറച്ച് കാടി വെള്ളം കൂടി കലക്കി അവളുടെ അണ്ണാക്കിനകത്തോട്ടങ്ങ് ഒഴിച്ചങ്ങ് കൊടുക്ക്. കുറച്ച് ബൂസ്റ്റ് പോലെ അവൾക്ക് തോന്നും. തുലിക്കന്മാരുടെ തീട്ടമല്ലേ, അപ്പൊ ബൂസ്റ്റായിട്ട് തന്നെ തോന്നും. കാരണം തുലിക്കന്മാർക്ക് ഉദം കൊടുത്തോണ്ടിരിക്കുന്ന ഭാര്യയല്ലേ അല്ലേ? തുലിക്കന്മാർക്ക് കുഞ്ഞിന്ന് ഉദം കൊടുക്കുന്ന ഭാര്യയ്ക്ക് תודה רבה. אשתי בא, הנה שכולנו יחד, יש אמונה חזקה מכל הפחד, לא ניפול, לא נירק, כי אנחנו לא לבד,
יש לנו בשמך. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ തകർന്ന് താളടിയായി എന്ന് പറഞ്ഞുകൊണ്ട് തുലുക്കന്മാർ കാണിക്കുന്നത് മുഴുവനും ഇറാനിലെ കൊതം കീറി കിടക്കുന്ന സ്ഥലങ്ങളുടെ കാഴ്ചയാണ്. ഗാസയിലെയും ഇറാനിലെയും ലെബനനിലെയും കൊതം കീറി കിടക്കുന്നില്ലേ, ആ കൊതം കീറി കിടക്കുന്ന കാഴ്ചകളാണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇസ്രായേല് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ, നമ്മുടെ ജീവിതം തന്നെ തക്കിയിലല്ലേ ഫുള്ള് ലൈഫ്. നമ്മള് ഷാജി നിരപ്പിൽ അറബിയാണോ ബസ്സിലെ അനൗൺസ്മെന്റ്? യഹൂദന്മാരുടെ നാട്ടിൽ എന്തിനാണ് അറബിയിൽ അനൗൺസ്മെന്റ് ചെയ്യണേ? യഹൂദന്മാർക്ക് എന്താ ഭാഷയില്ലാതെ കിടക്കുകയാണോ? യഹൂദന്മാരെ കോപ്പി അടിച്ചതാ എബ്രായ ഭാഷയെ. അങ്ങനെയാണ് അവന്മാർക്കൊരു ഭാഷ ഉണ്ടായത് പോലും. അവന്മാരുടെ ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷയെ കോപ്പി അടിച്ചുണ്ടായ ഒരു ഭാഷയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ എന്ന് പറയുന്ന മനോഹര ദേശം അത് ഇന്നും മനോഹര ദേശമായി തന്നെ നിലകൊള്ളുകയാണ്. ചുറ്റുമുള്ളൊരു വ്യൂസ് 360 ഒന്ന് കറങ്ങി കാണിക്കാമോ? അതിനെന്താ, തീർച്ചയായിട്ടും 360 ഡിഗ്രി കറങ്ങി ഞാനിങ്ങനെ കാണിക്കാമല്ലോ. ഇവിടെയൊക്കെ പണി നടക്കുകയാണ്, ഡ്രാമിന്റെ ഒക്കെ പണി നടക്കുന്നുണ്ടാ ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം മനസ്സിലായോ? ഇവിടെ എല്ലാം എന്താ പറയുന്നത്, വളരെ ആളുകളെല്ലാം തന്നെ ഒരു യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് പോകുകയാണ്. അല്ലാതെ ഇവിടെ ആരും തന്നെ പേടിച്ച് ഒളിച്ചും പാത്തും മാളങ്ങളിലൊന്നും ആരും കയറിയിട്ടില്ല. പറഞ്ഞു മനസ്സിലായോ? ഒരു മിനിറ്റ്. One minute. Hi. Okay. ഇവിടുത്തെ ന്യൂസ്, ഇവിടെ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നവും ആർക്കും ഒന്നുമില്ല. പറഞ്ഞു മനസ്സിലായോ? നിങ്ങളെ മീഡിയകൾ കാണിച്ചു തരുന്ന വാർത്തകളെല്ലാം തന്നെ വ്യാജ വാർത്തകളാണ്. കള്ളത്തരം പറഞ്ഞപടി പടച്ച് നിങ്ങളെല്ലാം കള്ളത്തരം പറഞ്ഞ് ഇവിടെ അത് നടക്കുന്നു, ഇവിടെ ഇത് നടക്കുന്നു. ഇസ്രായേൽ ഭയത്തിൽ ഭീതിയിൽ ഇങ്ങനെ ആടി ഉലയുന്നു. ഓ, തേങ്ങാക്കുലകളിൽ മണ്ടരിയോ എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങാക്കുലകൾ ആടി ഉലയുന്നു, തേങ്ങാക്കുലയിൽ മണ്ടരിയോ എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇവന്മാര് അങ്ങ് തള്ളി മറയ്ക്കുക. ഇസ്രായേലിൽ എന്തോ വലിയ ആനക്കാര്യം സംഭവിച്ച കണക്ക്. ഇവിടെ ഒരു മണ്ണാങ്കട്ടയും സംഭവിച്ചിട്ടില്ല. ഇവിടെ എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും ഒരു യുദ്ധഭൂമിയാണെന്നൊരു തോന്നല് പോലും ഇവിടെ ഉണ്ടാകാത്ത രീതിയിലാണ് ഇവിടെ ഇസ്രായേൽ ജനത കഴിഞ്ഞുകൂടുന്നത്. ഇതൊരു യുദ്ധഭൂമിയാണെന്നും ഇറാന്റെ മിസൈലുകൾ ഏതു നേരവും പതിക്കുമെന്നുള്ള ഭീതിയിലാണോ പ്രിയ സഹോദരങ്ങളെ ഈ നാട്ടിലെ ആൾക്കാരെല്ലാം നടക്കുന്നേ? നിങ്ങൾ കണ്ണുകൊണ്ട് കാണുകയല്ലേ? കേരളത്തിലെ വാർത്താമാധ്യമ ചാനലുകളെല്ലാം എന്ത് കള്ളത്തരവും പൊട്ടത്തരവുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഇവിടെ ആളുകളെല്ലാം പേടിച്ച് നടുങ്ങി കിടുകിടാ വിറയ്ക്കുന്നു. ഭയങ്കര യുദ്ധാന്തരീക്ഷമോ? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വലിപ്പം വെച്ചിട്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറു വിരലിന് പോലും സമമാണ് ഇറാന്റെ. അങ്ങനെ ഇരിക്കുമ്പം ഈ ടെഹ്റാൻ എന്ന് പറയുന്നതിനേക്കാളും ചെറുതായി ഇസ്രായേൽ.
ടെഹ്റാൻ എന്ന് പറയുന്ന അവരുടെ സിറ്റിയെക്കാളും ചെറുതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പം ആ രാജ്യത്തിലാണ് ഇങ്ങനെ ആളുകൾ ചുമ്മാതെ ഇറങ്ങി നടക്കുന്നത്. ഇതൊരു യുദ്ധഭൂമിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഭീതിപ്പെടുത്തിയും ഭയാനകപ്പെടുത്തിയും എല്ലാവരെയും ജാഗ്രത പാലിക്കുക, എല്ലാവരും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടില് പൊട്ട വാർത്തകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച് മീഡിയ വണ്ണും ഏഷ്യാനെറ്റും എല്ലാ കള്ളന്മാരും, പിന്നെ പോരാത്തതിന് 25,000 ഇന്ത്യക്കാരെ ഈജിപ്ത് വഴിക്കും ജോർദാൻ വഴിക്കും ഇന്ത്യയിലെത്തിക്കുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു. എന്ത് പൊട്ടത്തരമായി വിളിച്ചു പറയുന്നേ? എന്ത് പൊട്ടത്തരമായ ആൾക്കാർ വിളിച്ചു പറയുന്ന പ്രിയ സഹോദരങ്ങളെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളും അങ്ങനെ തന്നെയുണ്ട്. ഒരു യുദ്ധഭൂമിയിലുള്ള രീതിയിൽ ഇസ്രായേൽ ഗവൺമെന്റ് നിങ്ങൾ പുറത്തിറങ്ങി നടക്കരുത്, കൊള്ളരുത് എന്നൊന്നും ഇസ്രായേൽ പറയത്തൊന്നുമില്ല. ഇസ്രായേലിനറിയാം ഇവന്മാരുടെ വാണം വിട്ട വിസയിൽ വന്നാൽ എന്തുവരെ എവിടം വരെ വരും എന്നുള്ളത് ഇസ്രായേൽ നല്ല വൃത്തിയാണ് അറിയാം. പറഞ്ഞ മനസ്സിലായോ? അത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചെവിയിൽ അഴുക്കെടുക്കാൻ വേണ്ടി വരുന്നതാ ഇടയ്ക്കിടയ്ക്ക്. അല്ലാതെ അവന്മാരുടെ മിസൈൽ കൊണ്ട് ഇവിടെ ഒരു പ്രയോജനമില്ല. പിന്നെ എന്തുവാ, 100, 300, 400 ഒക്കെ ഒരുമിച്ച് വിടുമ്പം 1, 2 ഒക്കെ അവിടെ തട്ടി അങ്ങ് ഇവിടെ തട്ടിയൊക്കെ വീഴുമായിരിക്കും. അത് സ്വാഭാവികമാണ്. അത് യുദ്ധമുഖത്ത് നടക്കുന്നതൊക്കെ തന്നെയാ. പക്ഷെ ഇറാന്റെ അണ്ടകടാകങ്ങളിൽ ബോംബിട്ട് തള്ളുന്ന കണക്കല്ലല്ലോ ഇറാൻ ഇങ്ങോട്ട് കാണിക്കുന്നത്. ഇറാൻ ഒലത്തും ഇസ്രായേലിനെ ഇറാൻ അങ്ങ് ഒലത്തും. ഇറാൻ കുണ്ടിക്ക് കൊണ്ട അടിയിൽ പിന്നെ ശ്രീനിവാസൻ നടക്കുന്ന കണക്ക് കുണ്ടിക്ക് കൊണ്ട അടിയിൽ ശ്രീനിവാസൻ നടക്കുന്ന കണക്കാ ആര് നടക്കുന്നത്? ഇറാൻ നടക്കുന്നത്. എന്നിട്ട് ഇറാന് വേണ്ടി സുനീർ സീറ്റ്, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? എടാ വിവരം കെട്ടവനെ, നിനക്കൊന്നും ബുദ്ധിയില്ലേടാ. ജീവനില്ലാതെയാണോടാ ഞാൻ സംസാരിക്കുന്നത്? ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ? എന്റെ ക്ലോണ് വന്ന് സംസാരിക്കുക. ഞാൻ ജീവനോടെ ഉണ്ടോന്ന് ലൈവില് ജീവനോടെ സംസാരിക്കുന്ന എന്നെ കണ്ടിട്ട് വീണ്ടും കമന്റ് എടുത്ത് തള്ളുവാണ്, നീ ജീവനോടെ ഉണ്ടോന്ന് പറഞ്ഞിട്ട്. അയ്യോ ചുമ്മാതെ അല്ലടാ നിന്നെയൊക്കെ കാട്ടുകഴുതകളെന്ന് വിളിക്കുന്നത്. ചുമ്മാതെ അല്ല നിന്നെയൊക്കെ കാട്ടുകഴുതകളെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? സിദ്ധി SIA, നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കണോ? മാന്യമായിട്ടോ മാന്യത ഇല്ലാതെയൊക്കെ വിളിച്ചോ. പക്ഷെ സ്വന്തം പ്രൊഫൈലില് ആണത്വമുള്ളവനായിട്ട്, പെണ്ണൊരുത്തിയായ എന്നോട് നേരിടാൻ ആണത്വമുള്ളവനായിട്ട് നീ വരണം. ഞാൻ വെല്ലുവിളിക്കുക. ഏത് തറത്തെളിയും എടുത്തോണ്ട് വാ. നീ ഏത് തറത്തെറിയും നിന്റെയൊക്കെ ഭാഷയിൽ നീയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും നീയൊക്കെ സംസാരിക്കാൻ തീട്ടത്തിൽ മുങ്ങിക്കിടക്കുന്ന തെറിയാണെങ്കിലും നീ എടുത്തോണ്ട് വാ. ചോണയുള്ളവനെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഞാൻ പറയുക, വെല്ലുവിളിക്കുവാടാ. സ്വന്തം പ്രൊഫൈലിട്ടിട്ട് നീയൊക്കെ ഏത് തറത്തെറി എടുത്തോണ്ട് വാ. രണ്ടും കൽപ്പിച്ച് തന്നെയാ ഞാൻ നിൽക്കുന്നത്. പക്ഷേ സ്വന്തം പ്രൊഫൈല് വേണം വരാനായിട്ട്. നീ എന്നിട്ട് വന്ന് സംസാരിക്കണം. അപ്പം റീന ആരാന്ന് ഞാൻ കാണിച്ചു തരാം. പറഞ്ഞ മനസ്സിലായോടെ വിവരം കിട്ടവന്മാരെ. അല്ലാതെ ഫേക്ക് ഐഡിയയില് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ട് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന യാഹിയ സിൻവറിനെ പോലെയും കൊമേനിയെ പോലെയും കുണ്ടന്മാരെ പോലെ നീയൊക്കെ എന്റെ മുമ്പില് എന്ത് ചെയ്യരുത്, ഫേക്ക് ഐഡി കൊണ്ടുവരരുത്. ഞാൻ പെണ്ണായിട്ട് ഒറ്റൊരുത്തിയായിട്ട് ഞാൻ നിൽക്കുക. ആണൊരുത്തൻ തൻ്റെ ഉള്ളവൻ സ്വന്തം പ്രൊഫൈലില് വരാൻ ചുണയുണ്ടെങ്കിൽ ഏതറ്റവും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം. നീയൊക്കെ യൂസ് ചെയ്യുന്ന, നീയൊക്കെ വീട്ടിൽ നിന്റെ ഭാര്യമാരെ വിളിക്കുന്ന, അമ്മയെ വിളിക്കുന്ന, അല്ലെങ്കിൽ പോട്ടെ വേശികളെ വിളിക്കുന്നതായിട്ട് പോട്ടെ, എന്താ നിനക്കുള്ളത്? കൂടിപ്പോയാൽ നിന്റെ കയ്യിൽ ഏത് മിസൈൽ വരെ ഉണ്ടെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. വാടാ വാ, ചുണയുള്ളവനാണെങ്കിൽ വാ, സ്വന്തം പ്രൊഫൈലിൽ വാ. മനസ്സിലായോ? അല്ലാതെ ഫേക്ക് ഐഡിയും എടുത്തോണ്ട് 10 തെറി വിളിക്കാൻ വന്നിട്ട് പ്രയോജനമുണ്ടോ? ഇത് അടുത്ത ആള് വന്നു, ജോണി എബ്രഹാം, നീ ചത്തില്ലേന്ന്. എടാ വിവരം കെട്ടവന്മാരെ, അതും ഐഡി പോലും ഇല്ല, ഫേക്ക്. ജീവനോടെ ഇരുന്ന് ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് വന്നിട്ട് ചോദിക്കുക നീ ചത്തില്ലേ എന്ന് പറഞ്ഞു. എന്തോ ഒരു സാധനങ്ങളാണ് വിവരം കെട്ടവന്മാരെ.
സുമിൻ കൊല്ലം സുമിന്റെ ഭാര്യയ്ക്ക് എയ്ഡ്സ് ആണെന്ന്, അവന്റെ ഭാര്യയ്ക്ക് ഒരു എയ്ഡ്സിന്റെ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പൈസ കൊടുത്ത് സഹായിക്കുമോന്ന്. സഹോദരങ്ങളെ, സുമിൻ കൊല്ലം അവന്റെ ഭാര്യയ്ക്ക് എയ്ഡ്സ് ആണ്. എന്തുവാ, കാമാത്തിപുരയിലും സോണാക്കാച്ചിയിലും പറന്നു കിടന്ന് വെടിവെച്ചതിന്റെ കൂട്ടത്തില് പിന്നെ അവനെന്റെ സുമിന്റെ ഭാര്യ മലപ്പുറത്ത് കൊതം കൊടുത്തും എയ്ഡ്സ് വന്നയാണെന്ന്. അതുകൊണ്ട് അവന്റെ ഭാര്യയെ ചികിത്സിക്കാൻ സാമ്പത്തിക സഹായം ചോദിച്ച് സുമിൻ കൊല്ലം വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. പിന്നെ കൊതം കൊടുത്ത് എയ്ഡ്സ് വരുത്തിയത് കൊണ്ട് ക്രിസ്ത്യാനികളാരും കൊടുക്കണ്ട, തുളിക്കന്മാരും വല്ലതും ഉണ്ടെങ്കിൽ അവന്മാർ കൊടുത്ത് സഹായിക്കട്ടെ സുമിൻ കൊല്ലത്തിന്. കേട്ടോ സുമിനെ, വിഷമിക്കണ്ട. നിന്റെ ഭാര്യയുടെ കൊതത്തിലെ എയ്ഡ്സ് മാറ്റാനായിട്ട് നമ്മുടെ തുലുക്കന്മാര് തന്നെ മുതിർന്ന് വന്നോളും. ഇതിനകത്തുള്ള ചാരിറ്റബിളിലൊക്കെ അവന്മാർക്ക് കുറച്ച് ആഗ്രഹം കൂടുതലാണ്. അതുകൊണ്ട് അവന്മാരങ്ങ് സഹായിച്ചോളും കേട്ടോ. മോയിക്കെ കോർമി, ഇസ്രായേലിന്റെ പരിപ്പെടുത്തിട്ട് ഇറാൻ കളത്തിൽ നിന്നും ഇറങ്ങും പൂമോളെ. അതെ, ഓൾറെഡി ഇറാന്റെ പരിപ്പ് രണ്ടും പോയി. കൊമനിയുടെ കൊട്ടയില്ലാതെ കൊമനി കുണ്ടിക്കുൾ 2 ഗുണ്ട് കൊണ്ടിങ്ങനെ നടക്കുക. ഇനിയിപ്പോ ഏത് പരിപ്പെടുത്തിട്ടാണ് കൊമനി നടക്കുന്നതെന്ന് കൊമനിക്ക് പോലും അറിയാതിരിക്കുമ്പോഴാ അവൻ ഇസ്രായേലിന്റെ പരിപ്പെടുക്കാൻ നടക്കുന്നത്. നടക്കാൻ ഇസ്രായേലിന്റെ പരിപ്പി തൊടാൻ പറ, അപ്പൊ പറയും ഇവരറിയും. പരിപ്പി തൊടണ്ട, ഇസ്രായേലിന്റെ അകത്തി തൊട്ടതിനാണ് കൊമനിയുടെ 2 പരിപ്പ് ഇളക്കിയിട്ടിട്ട് ഇപ്പൊ കൊമനിക്ക് നടക്കാൻ വയ്യ. 2 പരിപ്പും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കയ്യിലിരിക്കുക. ബെഞ്ചമിൻ നെതന്യാഹു അതെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ബോൾ കളിക്കുന്ന ഒരു കയ്യിൽ ഇങ്ങനെ കളിക്കത്തില്ലേ നമ്മൾ, അത് കണക്ക് അവന്റെ 2 പരിപ്പ് എടുത്തു വെച്ച് കളിച്ചോണ്ടിരിക്കുക കൊമനിയുടെ. അപ്പഴാ ഇസ്രായേലിന്റെ പരിപ്പിന്റെ കഥ പറയാൻ വേണ്ടി പടാ ഊളെ കൊമനിയുടെ പരിപ്പ് ആദ്യം തിരിച്ചു വാങ്ങിച്ച് ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കയ്യിൽ പോയി നീ കരഞ്ഞ് കൊമനിയുടെ പരിപ്പ് വാങ്ങിച്ച് അതിന് കൊടുക്കാനുള്ള വഴി നോക്ക്. അവൻ പരിപ്പ് പോയിട്ട് ബെങ്കറിനകത്ത് ഇരുന്നിട്ട് കരയുക, ആ പരിപ്പൊന്ന് തരുമോ, എനിക്ക് മൂത്രം പോലും ഒഴിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ഡയലോഗ് പോയിട്ട് വന്നിരിക്കുന്നത്, ഇസ്രായേലിന്റെ പരിപ്പെടുക്കുമെന്ന്. നടന്നതൊക്കെ തന്നെ ഒന്ന് എത്തി നോക്കിയതിനെ അടി കണ്ടം വഴി കിട്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോഴാ ഇവന്മാരുടെ കാര്യം കൊണ്ട് തോറ്റ്. എടാ വിവരം കെട്ടവന്മാരെ, കമന്റ് ഇടുമ്പോ ആരുടെ കമന്റ് ബോക്സിലടാ കൊണ്ടുവന്ന് കമന്റ് ഇടുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കടാ. ദേ വന്നു മഴി മസി കാച്ചു ചെല്ല്, സ്വന്തം പ്രൊഫൈലി വാ. ബിബിൻ അബ്രഹാം, മുറിയണ്ടികൾ ഭയങ്കര കരച്ചിലാണ് ചേച്ചി. അതെ, അടികൊണ്ട് അവർക്ക് എണ്ണീക്കാൻ വയ്യാതിരിക്കുമ്പോ കരച്ചിൽ പിന്നെ കൂടുതലല്ലേ. അടികൊണ്ട് എണ്ണീക്കാൻ വയ്യാതെ നിൽക്കുമല്ലേ വാ മുറിയണ്ടികള്. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും കരയണമല്ലോ. മുറിയണ്ടികളുടെ കരച്ചിൽ കേൾക്കാനും ഒരു രസമുണ്ട്. കരയട്ടെ. യുവമാരുടെ കരച്ചിലാണ് നമ്മുടെ ആഹ്ലാദത്തിന് ബലം കൂട്ടുന്നത്. കരയിനടാ മുറിയണ്ടികളെ. എല്ലാ മുറിയണ്ടികളും ലൈനായിട്ട് നിന്ന് കരയണം. ഒറ്റയ്ക്ക് ലൈനിൽ വന്നിരുന്ന് കരയണം. കരയുന്നവർക്ക് എല്ലാവർക്കും അവസരങ്ങളുണ്ട്. എൻ്റെ പേജ് വിശാലമായി ഞാൻ ആർക്കും സ്വാഗതം ചെയ്തിട്ടിരിക്കുന്ന ഒരു പേജാണ്. അതുകൊണ്ട് കരയുന്നവരെല്ലാം വരിയായി വന്നിരുന്ന് വേണം എന്ത് ചെയ്യുന്നതായിട്ട് കരയാനായിട്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വരിയായി നിന്ന് കരയാതെ നിങ്ങൾ കൂട്ടത്തോടെ വന്ന് കരഞ്ഞാൽ കൂട്ടക്കരച്ചിൽ കേൾക്കാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് വരിക, കരയുക. നിങ്ങളുടെ കരച്ചിന് സമാശ്വാസം നൽകുന്നതാണ്. ഇവിടത്തിൽ உங்களுக்கு தேவையானதை കേട്ടു വാങ്ങിക്കൊള്ളിൻ. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങുവിൻ. ഒന്നുകൂടി ഞാൻ പറയാം, ഇവിടത്തിൽ உங்களுக்கு தேவையானதை കേട്ടു വാങ്ങുങ്ങൾ. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങുവിൻ. വടി തരൂ, അടി മേടിക്കൂ. വടി തരൂ, അടി മേടിക്കൂ. ഓക്കെ.
അല്ല, വടി കൊടുത്തടി വാങ്ങിക്കണം എന്നുള്ളത് നമ്മുടെ ജന്മം കൊണ്ട് ജന്മസിദ്ധമായ കഥയാണ്. അത് നമ്മൾ മാറ്റി പിടിക്കത്തില്ല സഹോദരങ്ങളെ. നമ്മന്റെ ആൾക്കാർക്ക് ഈ കലാപരിപാടി പണ്ട് മുതലേ ഉള്ളതാ. ഖൈബർ യുദ്ധത്തില് ഇതുപോലെ പോയതാ. അവസാനം കൊതമതിന്റെ പല്ലും പോയി, എല്ലാം പോയി. വെള്ളമടിച്ച് പൂസായിട്ടാ കൊതമത് എന്ത് ചെയ്തത്? ഖൈബർ യുദ്ധത്തിന് പോയത്. അങ്ങനെ പോയതോടുകൂടി അവിടെയുള്ളവരെല്ലാം കൂടി കൊതമതിനെ അടിച്ച് കൊതമതിന്റെ 4 പല്ല് ഫ്രണ്ടിലുള്ളത് പോയി. അങ്ങനെ ഇന്നത്തെ കണക്ക് അന്നത്തെ കാലത്ത് ഓപ്പറേഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് പല്ലില്ലാത്ത കൊതമത് അന്ന് ഹറാമാക്കി കളഞ്ഞു മദ്യപാനത്തെ. അതുകൊണ്ടാണ് ഇവന്മാർക്ക് മദ്യപാനം ഹറാമായത്. അതിനു മുമ്പ് വരെ നല്ല കുടിച്ച് ബോധം കെട്ടാണ് ഖൈബർ യുദ്ധത്തിന് ഓടിയത് കൊതമത്. മനസ്സിലായോ? അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിൽക്കുന്ന നോക്കൂ. ഡ്രാമിന്റെ പണി നടക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഡ്രാമിന്റെ പണി പൂർത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും എത്ര മനോഹരമായി ഈ പ്ലേസുകൾ. ഓക്കെ, അപ്പം പറഞ്ഞ മനസ്സിലായോ? കണ്ടോ ഡ്രാമിന്റെ പണി നടക്കുന്നുണ്ടോ? ഇത്ര വേഗത്തിൽ ഈ പണി നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, വേഗത്തിൽ തീർക്കൂ. 3 മാസത്തെ അവധിയാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാസം കൊണ്ട് തീർക്കുവോ? അപ്പം ഈ മനോഹരമായ ഈ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ നോക്കിയിട്ടാ എന്തുവാ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്? എന്തുവാ ഇസ്രായേലിൽ ഭീതി വിറച്ചുകൊണ്ട് ഇറാന്റെ മാരകായുധങ്ങൾ. ഇസ്രായേൽ ഭീതി വിറച്ചുകൊണ്ട് ഇറാന്റെ മാരക പ്രകടനശേഷിയുള്ള മിസൈലുകൾ ഇതോ ഇസ്രായേലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. ഉഗ്രസ്ഫോടനങ്ങൾ ഇസ്രായേൽ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ വിറങ്ങലിച്ചുകൊണ്ടിരിക്കുന്നു. തേങ്ങാക്കുലകൾ ആടുകയോ, ഇസ്രായേലിലെ തേങ്ങകൾക്ക് മണ്ടനിയോ എന്ന് പറഞ്ഞ് കേരള മാധ്യമങ്ങൾ കരയുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ ആനന്ദത്തോടും ആളുകൾ പുറത്തിറങ്ങി ഇരുന്ന് വരെ തീറ്റയും കുടിയും ആഹ്ലാദ പ്രകടനവുമായിട്ട് ഇവിടെ കഴിയുമ്പോഴാ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തുവാ ഇസ്രായേലില് കിടുകിടുക്കവും നടുനടുക്കവും. ഇറാനില് ഇപ്പോഴും രാത്രിയില് അവിടെ പൊട്ടുകയാ, അവിടെ നിന്ന് കത്തുകയാ. ഇപ്പൊ ഇറാന്റെ തൊട്ടടുത്തുള്ള ഒരു കപ്പലുകൾ 2 കൂട്ടിയിടിച്ച്, അതും ഇസ്രായേലിന്റെ പ്ലാൻ തന്നെയാണ്. ഭയങ്കരമായിട്ട് സ്ഫോടനം നടന്നിരിക്കുക. വാർത്തകൾ വല്ലതും അറിഞ്ഞോ മക്കളെ? ഇസ്രായേലിന്റെ തൊട്ടടുത്തുള്ള 2 എണ്ണക്കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കടലിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. കര കത്തുന്നു, കടല് കത്തുന്നു. അയ്യോ, ഇറാന്റെ പരിപ്പ് എടുത്തോണ്ടിരിക്കുക ഇസ്രായേല്. കൊമേനിയുടെ ഓൾറെഡി 2 പിടുങ്ങി വെച്ചിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ബോൾ കളിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ക്രിക്കറ്റ് ബാറ്റ് വെച്ച്, അവർക്ക് ക്രിക്കറ്റ് ഇല്ലല്ലോ, അപ്പൊ ബേസ്ബോൾ ബാറ്റ് വെച്ച് അടിക്കുന്ന അടിയില് കൊമേനിയുടെ പരിപ്പുകൾ ആടിക്കൊണ്ട് വയസ്സാം കാലത്ത് ആ തൂങ്ങിക്കിടക്കുന്ന പരിപ്പെടുത്തോണ്ട് ഈ കിളവന് വല്ല കാര്യമുണ്ടോ? അതും ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പോയി കളിക്കാനായിട്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയ സഹോദരങ്ങളെ. ഈ വയസ്സാം കാലത്ത് ഈ കിളവൻ അടൂർ ലൈജു വാർത്ത മൊത്തം ഇസ്രായേൽ കത്തുന്നു എന്നാ. അതാ ഞാൻ പറയുന്നത്. ഇസ്രായേലില് വാഴക്കുല കത്തുന്ന കഥയാ ഇവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് അറിഞ്ഞ ഒരുത്തനും പറയത്തില്ല ഇസ്രായേൽ നിന്ന് കത്തുന്നു കുത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അത് സുഡാപ്പികളെ മന്ദബുദ്ധികളാണെന്ന് തിരിച്ചറിയുന്നവന്മാര് പറഞ്ഞുണ്ടാക്കുന്നയാ. സുഡാപ്പികൾ മന്ദബുദ്ധികളാണെന്ന് അറിഞ്ഞിട്ടാ അവന്മാര് പറയുന്നത്. ഇത് ഈ സുഡാപ്പി മന്ദബുദ്ധികൾക്ക് മനസ്സിലാകണ്ടേ? അത് ഈ സുഡാപ്പി മന്ദബുദ്ധികൾക്ക് മനസ്സിലാകണ്ടേ? നമ്മൾ മന്ദബുദ്ധികളാണെന്ന് കണ്ടിട്ടാണ് ഇവന്മാർക്ക് നമ്മളെ പറ്റിക്കാൻ വാർത്താ ചാനലുകൾക്ക് എളുപ്പമായിരിക്കുന്നത് എന്ന് ചിന്തിക്കണ്ടേ? അത് വിട്ടിട്ട് ഈ സുഡാപ്പി മന്ദബുദ്ധികള് അവന്മാര് പറയുന്നത് സത്യമാണെന്നും പറഞ്ഞ് അവന്മാർ ഇവന്മാരെ പറ്റിക്കുന്നതാ. കാരണം ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് ആർക്കും മുട്ടാൻ പറ്റത്തില്ല. ഒരു ലോകശക്തിക്കും. എന്തിന്? ലോകത്തിലെ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ജൂതൻ തീർത്തല്ലാതെ തള്ളാഹുവിന്റെ സ്വർഗം വരത്തില്ലെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരല്ലേ. എന്നിട്ട് എന്തു പറ്റി? എന്നിട്ട് എന്തു പറ്റി പ്രിയ സഹോദരങ്ങളെ? എന്നിട്ട് എന്തു പറ്റി? കൂട്ടത്തോടെ ഇപ്പൊ അവർക്കുള്ള അവസരമല്ലേ, എല്ലാവരും വരട്ടെ കൂട്ടത്തോടെ. വിവരം പഠിപ്പിക്കും. വിവരം കൊമൈനിയുടെ പരിപ്പിളക്കി വെച്ചിരിക്കുന്നത് പോലെ സകലവന്മാരുടെയും പരിപ്പിളക്കി അങ്ങ് കൊടുക്കും ഇസ്രായേല്. മനസ്സിലായോ? ഇസ്രായേലിനെ കുറിച്ച് മനസ്സിലാക്കിയവരും ഇസ്രായേലിനെ കുറിച്ച് പഠിച്ചവരുമാണ് ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും. കുഞ്ഞു രാജ്യമിടാ, സിംഗം സിംഗിളാത്ത എങ്കിട്ട് മോദാദേ രാജനടാ. ബീബി പാടുവാ. ആരെ നോക്കി? കൊമേനിയെ പോട്ട്. വമ്പുക്ക് ഇളുക്കാതേ നാം വീരാതി വീരനടാ, തപ്പാട്ടം എന്നോട് ആടാതെ അപ്പുറമാ മാറിയിരുന്ന് മോങ്കുവേ. മനസ്സിലായോ? കൊമേനിയെ നോക്കി നമ്മുടെ ബീബി പാടുന്നൊരു പാട്ടാണ്. എങ്കിട്ട മോദാദേ രാജാതി രാജനടാ, വമ്പുക്ക് ഇളുക്കാതേ വീരാതി വീരനടാ, തപ്പാട്ടം എന്നോട് ആടാതെ അപ്പുറമാ മാറിയിരുന്ന് മോങ്കുവേ. ഇപ്പൊ മാറിയിരുന്ന് മോങ്ങുന്നുണ്ട് അപ്പുറത്തോട്ട്. മനസ്സിലായോ? ഹേയ്, നല്ല ഭംഗിയുള്ള പൂക്കള്. ജമന്തിപ്പൂവാണെന്ന് തോന്നുന്നു. ജമന്തിപ്പൂവേ. ആഹാ, ഇത്ര മനോഹരമായ പൂവ്. നല്ല രസമുണ്ടല്ലേ കൂട്ടത്തോടെ. ഹൈ ഹൈ ഹൈ, എത്ര മനോഹരമായ പൂക്കളെന്ന് നോക്കി. ഹാ 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 ഹാ. ഓഹോ ഓഹോ. ലാ 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 ലാ. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്രായേൽ സമാധാനപരമാണ്, യെരുശലേം സമാധാനപരമാണ്. ഞാൻ പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ നാളെ ടെല്ലവീയിൽ പോയി നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കൂതറകൾ മാധ്യമ ചാനലുകളൊക്കെ എന്തൊക്കെയാ പറയുന്നത്? ടെല്ലവീവ് നിന്ന് കത്തുന്നു, ഓ ഇസ്രായേൽ തേങ്ങാ കുലകളിൽ മണ്ടരിയോ എന്ന് പറഞ്ഞല്ലേ ഇവന്മാര് പറയുന്നത്. ആണല്ലോ. അങ്ങനെയല്ലേ പറയുന്നത്? നാളെ ടെല്ലവീവിൽ പോയിട്ട് ടെല്ലവീവ് കാണിച്ചു തരാം. പറ്റുമെങ്കിൽ നാളെ ടെല്ലവീവിൽ പോകാം. എൻ്റെ ടൈം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അല്ലാതെ ഇവിടെ കള്ളത്തരം പറഞ്ഞു എന്തുവാ ഒരുമാതിരി ഇറാനിൽ കത്തിക്കൊണ്ടിരിക്കുന്ന എണ്ണപ്പാടങ്ങളെ കാണിച്ചുകൊണ്ട് വരും. ഹൈഫയിൽ കത്തുന്നെന്ന് പറയും. പിന്നെ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന എന്തുവാ ഗാസയില് തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയും ഇസ്രായേലിൽ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ എന്ന് പറയും. മനസ്സിലായോ? ടെല്ലവീവ് ഉറപ്പായിട്ടും ടെല്ലവീവിലെ ലൈവ് ഞാൻ വരുന്നുണ്ടായിരിക്കും, ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഡോണ്ട് വറി. അത് രണ്ടും കൽപ്പിച്ച് ഞാനുള്ള എൻ്റെ ഒരു തീരുമാനം തന്നെയാണ്. ടെല്ലവീവ് കൊണ്ടുവന്ന് ഈ കാണിച്ചു കൊടുത്തിട്ട് വേണം ഇവരുടെ അണ്ണാക്കിനകത്തോട്ട് എന്ത് ചെയ്യാനായിട്ട്? കൊമേനിയുടെ പരിപ്പെടുത്ത് കയറ്റി വെക്കാനായിട്ട് ഇവന്മാരുടെ. മനസ്സിലായോ? സകല മാധ്യമങ്ങളുടെ അണ്ണാക്കിനകത്തോട്ട് കൊമേനിയുടെ ഇളകി കിടക്കുന്ന പരിപ്പെടുത്ത് വെച്ചു കൊടുക്കാനായിട്ട്.
ചെറ്റകള്. യുവമാർക്കൊന്നും നല്ല ഭാഷയിലൊന്നും മറുപടി കൊടുത്താൽ നടക്കത്തില്ല പ്രിയ സഹോദരങ്ങളെ. സത്യമായിട്ടും മനുഷ്യർക്ക് നല്ല ഭാഷയിൽ മറുപടി കൊടുക്കാം, പക്ഷെ ഇതുപോലെ പന്നിവാണങ്ങൾക്ക് നല്ല ഭാഷയിൽ മറുപടി കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായോ? സമൂഹത്തെ മുഴുവനെയും നശിപ്പിച്ച് കള്ളത്തരവും വ്യാജത്തരവും പറഞ്ഞിട്ട് എങ്ങനെ ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ഒരു സ്ഥലത്ത് കേട്ടിട്ടുണ്ടോ യഹൂദൻ ഏതെങ്കിലും ഒരു രാജ്യത്തോട് യുദ്ധത്തിന് അങ്ങോട്ട് വലിഞ്ഞേറി പോയിട്ട്? കേട്ടിട്ടുണ്ടോ? ഇപ്പോഴും പറഞ്ഞുണ്ടാക്കുന്ന എന്തുവാ, ഇറാൻ ചുമ്മാതിരിക്കാൻ പോയിട്ട് ഇറാനെ അങ്ങ് ബോംബിട്ടു എന്നാ? അല്ല, ഇവിടെ കൂത്തികളെ ഇളക്കി വിട്ട് കൂത്തികൾക്ക് മിസൈൽ കൊടുത്ത് ഇറക്കി ഇങ്ങോട്ട് വിട്ട് കുറേ ബോംബുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഇടയ്ക്ക് വൃത്തികെട്ടവന്മാര്. എത്രയെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നേ? ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ പിന്നെ പറയുന്നത്, എപ്പോ നോക്കിയാലും പറയുന്നതാ, ഞങ്ങളുടെ അണുബോംബ് വന്നു തീരട്ടെ, നിന്നെയൊക്കെ തീർത്തു തരാം, അണുബോംബ് വന്നു തീരട്ടെ, നിന്നെയൊക്കെ തീർത്തു തരാമെന്ന് 24 മണിക്കൂറും പറച്ചില്ല. പിന്നെ എങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? കൊറോണ അടിച്ച് പൊളിക്കാൻ തോന്നത്തില്ലേ അപ്പൊ ആർക്കാണെങ്കിലും? അതാ ഇസ്രായേൽ ചെയ്തത്. പറഞ്ഞ മനസ്സിലായോ? അതാണ് ഇസ്രായേൽ ചെയ്തത്. അവന്റെ കൊറോണ അടിച്ച് പൊളിക്കാനുള്ള തോന്നലുണ്ടാകും. സമാധാനം കൊടുക്കത്തില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു യഹൂദൻ അങ്ങോട്ട് പോയി വലിഞ്ഞു കയറി ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ടോ അടിച്ചതായിട്ടോ ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ യഹൂദൻ ചെയ്ത ചരിത്രം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചരിത്രത്തിൽ നിങ്ങൾ ഓടി നടന്ന് തപ്പിയാലും ഒരു യഹൂദൻ അങ്ങോട്ട് ആരെയും കയറി ഉപദ്രവിച്ചതായിട്ടോ, ഒരു യഹൂദ രാജ്യം ഇസ്രായേൽ രാഷ്ട്രം പോയി ആരെങ്കിലും കയറി അങ്ങോട്ട് തല്ലിയതായിട്ടോ ഒരു ചരിത്രവും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സമാധാനം നിറഞ്ഞ മനുഷ്യരാ യഹൂദന്മാര്. അവരെപ്പോലും നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കാത്തവണ്ണം ഈ കൊതം പ്രേമികളെല്ലാം കൂടി ചേർന്ന് ജീവിക്കാൻ സമ്മതിക്കാതെ മാന്തി കൊണ്ടിരുന്നുണ്ടാ അവന്റെയൊക്കെ കൊതം അടിച്ച് പൊളിക്കണ്ടേ? അപ്പം പൊളിക്കണോ വേണ്ടയോ? എന്റെ കമന്റ് ബോക്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രിയ സഹോദരങ്ങൾ? ഞാൻ ആരെങ്കിലും കയറി വലിഞ്ഞു കയറി അങ്ങോട്ട് അവന്റെ വീട്ടിൽ പോയി സംസാരിക്കുവാണോ? എന്റെ കമന്റ് ബോക്സ് നിങ്ങൾ കാണുന്നതല്ലേ സ്ഥിരം? ഞാൻ ഏതെങ്കിലും കമന്റ് ബോക്സിനകത്ത് ഏതെവനെങ്കിലും വ്യക്തിപരമായിട്ട് അവന്റെയൊക്കെ വീട്ടിൽ കയറി സംസാരിക്കുന്നുണ്ടോ? അവന്റെയൊക്കെ ഭാര്യമാരെ കയറി പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും എന്റെ കമന്റ് ബോക്സിൽ കയറി എന്നെ ചൊറിയാൻ വേണ്ടി വരുന്നവന്മാരെ പിന്നെ എങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത്? ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്ന അതേ മട്ടിലും ഭാവത്തിൽ തന്നെ കൈകാര്യം ചെയ്യണം. അടിച്ച് കോതം പൊളിച്ചു കൊടുക്കണം. പന്ന നായിന്റെ മക്കളുടെ പന്നിവാണങ്ങളുടെ. മനസ്സിലായോ? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? തലയിൽ കേറി അങ്ങിരുന്ന് നരങ്ങുവാ കൂതറകള്. ഇനി അങ്ങനെ ക്ഷമയൊന്നുമില്ല. ഇനി കൊടുക്കേണ്ടടത്ത് വെച്ച് കൊടുക്കുക. ഇനി അങ്ങനെ തന്നെയാ ജീവിച്ച് കാണിക്കാൻ പോകുന്നത്. അൻവർ VK മട്ടന്നൂർ. ടെല്ലവിയിൽ പോയി ലൈവ് ഇടൊന്ന് കാണട്ടെ. ടെല്ലവിയിൽ പോയി ലൈവ് ഇടുന്നുണ്ട്. കൂട്ടത്തിൽ നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്തും കൂടി ചേർന്ന് ലൈവ് ഇടാം. പോയിടാ. പോടാ. വിവരം കേട്ടവന്മാരെ ചെല്ല്. മനസ്സിലായോ? ഒരു സമാധാനമുള്ള ഒരു രാജ്യത്തിന് സമാധാനം കൊടുത്ത് ജീവിക്കാൻ അനുവദിക്കത്തില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, യഹൂദന്മാരെ പോലെ ഇത്രത്തോളം സമാധാനം ഉള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ലോകത്ത് കാണാൻ പറ്റില്ല. ക്രിസ്ത്യാനി പോലും ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല. പക്ഷെ യഹൂദന്മാർ അങ്ങനെയല്ല. അവര് എത്രത്തോളം അവർ സമാധാനകാംക്ഷികളാണെന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർ സമാധാനകാംക്ഷികളാണ്. പക്ഷെ അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ ഏത് നേരം നോക്കിയാലും അവരെ അങ്ങ് ചൊറിയുക. അവരെ അങ്ങ് ചൊറിഞ്ഞ് അതൊരു രസം കുമാർക്ക്. അപ്പൊ പിന്നെ അടി അങ്ങ് കൊള്ളണം, അത്രേ ഉള്ളൂ. എന്റെ ലൈവ് വന്ന് അടി പേടിക്കുന്നുണ്ടല്ലേ, വലിഞ്ഞേറി വന്ന് അടി പേടിക്കുന്നുണ്ടല്ലേ? ലിനു കുര്യന്റെ കൊതം ഇരുന്ന് കത്തുന്നു. ലിനു കുര്യന്റെ കൊതം ഇരുന്ന് കത്തുവാണെന്ന്. അയ്യോ ലിനു കുര്യൻ, സോറി. എന്തിനാ സഹോദര ടെല്ലവീവ് കത്തുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇട്ടിരിക്കുന്നേ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മറുപടി കിട്ടുന്നത്. കമന്റുകൾ ഇടുമ്പോൾ നോക്കിയും കണ്ടും ഒക്കെ കമന്റ് ഇടുക. ഓക്കെ, സോറി.
ജെറാൾഡ് ഷലോൺ. കൂൾ ഡൗൺ, ദൈവികമായി സംസാരിക്കുക, ബൈബിൾ പറഞ്ഞുകൊണ്ട് സംസാരിക്കൂ കുട്ടി. ആണോ? അയ്യോ കഷ്ടം. മോൾ അപ്പുറത്ത് മാറിയിരുന്ന് ചെല്ല്, കുപ്പിപ്പാലെടുത്ത് വെച്ച് കുടിക്ക് ചെല്ല്. കട്ടിയായ ഭക്ഷണം കുറച്ച് കഴിക്കുന്ന സമയത്തെ ദഹിക്കത്തില്ല കുഞ്ഞിന്. മോള് മാറിപ്പോയിരുന്ന് ആ കുപ്പിപ്പാലെടുത്ത് വെച്ച് കുടിക്ക് ചെല്ല്. ഓട് കണ്ടം വഴിക്ക്. വാണം വിട്ട് കുറെ എണ്ണങ്ങൾ ഇങ്ങോട്ട് വരും. തുലുക്കന്മാരോട് എങ്ങനെ സംസാരിക്കണം ആ ഭാഷയിലെ തുലുക്കന്മാർക്ക് മറുപടി കൊടുക്കാവൂ. അല്ലാതെ തുലുക്കന്മാർക്ക് നല്ല ഭാഷയിൽ മറുപടി കൊടുത്തിട്ടൊന്നും കാര്യമില്ല പ്രിയ സഹോദരങ്ങളെ. ഇവന്മാർക്കൊന്നും നല്ല ഭാഷയിൽ മറുപടി കൊടുത്തിട്ട് കാര്യമില്ല. ഒരു രാജ്യത്തെ ജീവിക്കാൻ ഇറാൻ എന്ന് പറയുന്ന ഇവന്റെ കൊതൻ രാജ്യത്തിന് എടാ വിവരം കെട്ട കഴിവേറി മക്കളെ. ഇറാൻ ഷിയാകളല്ലേടാ? കേരളത്തിൽ എത്ര പേരുണ്ടോടാ ഷിയാകള്? എടാ എന്റെ അടുത്ത് ഒന്ന് കമന്റ് ഇടുന്ന തന്റെ ഇടം ഉള്ള നായിന്റെ മോന്മാരെ, നീയൊക്കെ സുന്നികളല്ലേടാ കഴിവേറി മക്കളെ? ഒരു മിനിറ്റ് പ്രിയ സഹോദരങ്ങൾ, ഞാൻ ഇതാ വരുന്നു. ഒന്ന് പറ, എനിക്ക് വന്ന് കമന്റ് ഇടുന്നവന്മാര് ഷിയകളാണോ? നീയൊക്കെ ഷിയായും സുന്നികളെന്ന് പറയുന്നവന്മാർക്ക് കണ്ണിൽ കണ്ട രണ്ടെണ്ണ കൂട്ടർക്കും കണ്ണൂടാ. തമ്മിൽ ബോംബിട്ട് കൊല്ലുന്നവന്മാര്, തമ്മിൽ അടിക്കുന്നവന്മാര്, തമ്മിൽ കത്തിക്കുത്ത് ചെയ്യുന്നവന്മാര്, ഇങ്ങനെ ചെയ്യുന്ന ഊളകളാണ് ഇവിടെ വന്നിട്ട് കമന്റ് ഇട്ട് തള്ളി മറയ്ക്കുന്നത് ഷിയകൾക്ക് വേണ്ടിയിട്ട്. എടാ കഴിവേറി മക്കളെ, നീയൊക്കെ ഷിയകളാണോടാ എനിക്ക് വന്ന് കമന്റ് ഇടുന്നവന്മാര്? നീയെല്ലാം സുന്നികളല്ലേ? എത്ര ഷിയകളുണ്ട് കേരളത്തില്? എത്ര ഷിയകളുണ്ട് കേരളത്തില്? നീയൊക്കെ കൂട്ടക്കരച്ചില് ഷിയകളെ വേണ്ടി ഓർത്തിരുന്ന് കരയാനായിട്ട്, ഇറാന് വേണ്ടി കരയാനായിട്ട്. നിനക്കൊക്കെ ഇഷ്ടപ്പെട്ട രാജ്യമാണോ ഇറാന്? ഗോതമ്പത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അടി നടത്തുന്നവന്മാരെ എന്തുവാ ഫാത്തിമ ബീബിയുടെ കെട്ടിയോന്റെ ആൾക്കാരാണ് ഷിയകള്. ആയിഷയുടെ കൊതന്നക്കികളാണ് സുന്നികള്. പറയുന്നടാ വിവരം കെട്ടവന്മാരെ. ആയിഷന്റെ കൊതന്നക്കികളല്ലേടാ സുന്നികള്? ഫാത്തിമ ബീവിയുടെ കൊത നക്കുന്നവന്മാര് ഷിയകളും, ആയിഷയുടെ കൊത നക്കുന്നവന്മാര് സുന്നികളും. നീയൊക്കെ രണ്ടും തമ്മിൽ കടന്ന് അടിച്ച് നാട് മുഴുവൻ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കി തീവ്രവാദം വളർത്തി ആ തീവ്രവാദത്തെ മനുഷ്യരുടെ ഇടയിൽ കൊണ്ടുവന്ന് സകലമായ മനുഷ്യരെയും. ജോസ് പ്രകാശ്, കൊതം എന്നാൽ എന്താണ് അമ്മച്ചി? നിന്റെ ഭാര്യയുടെ അടിപ്പാവട പൊക്കി നോക്കിയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിർത്തി നോക്ക്, അപ്പൊ നിനക്ക് കൊതം കാണാൻ പറ്റും. ജോസ് പ്രകാശേ, മനസ്സിലായോ? കൊതം എന്താണെന്ന് മനസ്സിലാകത്തില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെയും മോളുടെയും അടിപ്പാവാട ഇങ്ങനെ പൊക്കണം, എന്നിട്ട് ഷഡ്ഡി താത്തിടണം, എന്നിട്ട് അവളുമാരുടെ തൂറാൻ പറയണം കുനി നിർത്തിയിട്ട്, എന്നിട്ട് നീ ഇങ്ങനെ തലയിട്ട് നോക്ക്, അപ്പൊ കൊതം എന്താണെന്ന് നിനക്ക് മനസ്സിലാകും. കേട്ടാടാ ജോസ് പ്രകാശേ? പോ, വിവരം കെട്ടവനെ. അടി വലിഞ്ഞു കയറി വാങ്ങിക്കാൻ വേണ്ടി വരും ചേറ്റകള്. കൊതമറിയാത്തവൻ. നിന്നെപ്പോലുള്ള വിവരം കെട്ടവന്മാരെ അടി വലിഞ്ഞു കയറി ഇതിന്റെ അടുത്ത് വാങ്ങിക്കാൻ വേണ്ടി വരുന്നവന്മാരാ. പറഞ്ഞ മനസ്സിലായോ? എരന്നടി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു കമന്റ് ബോക്സിനകത്ത് കയറി വന്നിട്ട്. ഒരു മിസൈൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞിട്ട്. നവാബ് പൊൻപുറത്ത് എന്തുവാടാ? ഉമ്മയുടെ പേര് പൂറിയെന്നോ? എന്ത് ചെയ്യണം? ആ പൂറിക്കൊരു ഹായ് പറയണമെന്നോ? നവാബ് പൊൻപണത്തെ ഉമ്മയ്ക്ക് പൂറിക്ക് ഹായ് പറയണമെന്നോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, നവാബ് പൊൻപണത്തിന്റെ ഉമ്മയുടെ പേര് പൂറിന്നെങ്ങാണ്ടാണെന്ന് അവന്റെ ഉമ്മയ്ക്കൊരു ഹായ് പറഞ്ഞേക്കാം. ലൈവിലൂടെ അവന്റെ ഉമ്മയ്ക്ക് ഒരു ഹായ് പറഞ്ഞില്ലെങ്കിൽ സ്വസ്ഥത വരത്തില്ല. അവന്റെ ഉമ്മയെ അടുത്ത് വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം അവന്റെ ഉമ്മയ്ക്ക് ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ടെന്ന്. സുയ്യകളും സുന്നികളും ഷീയകളും തമ്മിൽ കിടന്ന് ഉമാര് കടന്ന് അടിച്ചടിച്ചടിച്ചടിച്ചെടുത്തിട്ട് ഇപ്പം ഇറാനെ അടിച്ചപ്പോഴത്തേക്കും സുന്നികൾക്ക് കരച്ചല്, മോങ്ങല് നാട്ടിലെ സുന്നികൾക്ക്. ഇത് സുന്നികൾ ഷിയകളോടുള്ള പ്രണയമോ ഇറാനോടുള്ള പ്രണയമോ അല്ല, യഹൂദനോടുള്ള വെറുപ്പ്. ആ നായിന്റെ മോൻ തൂറാൻ എഴുതി കൊടുത്ത് ഇവന്മാരുടെ ഉള്ളിൽ കുത്തിവെച്ച വെറുപ്പായി ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും. പറഞ്ഞ മനസ്സിലായോ? ആ നായിന്റെ മോൻ തൂറാൻ എഴുതി കൊടുത്ത് വെച്ച് ഈ കൊടുത്ത വെറുപ്പായി ഇവന്മാര് കാട്ടിക്കൂട്ടുന്നത്.
ഇങ്ങനെ വൃത്തികെട്ട ഒരു ജന്മങ്ങളും ഇങ്ങനെ വൃത്തികെട്ട ഒരു ജാതിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത യഹൂദനെ വെറുപ്പിച്ച് അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒറ്റ കാരണത്താൽ വെറുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാ ആ തെറി വിളിക്കുന്നത്, ആ യഹൂദനെ തെറി വിളിക്കുന്നത് അവന്റെ ഫേസ്ബുക്കിൽ വന്നിട്ട്. എടാ അല്പമെങ്കിലും ഉളുപ്പ് വേണം എടാ നായിന്റെ മക്കളെ, നിനക്കൊക്കെ അല്പമെങ്കിലും ഉളുപ്പ് വേണം. നീയൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന സകല സാധനങ്ങളും യഹൂദൻ ഉണ്ടാക്കി തന്നെയാ. എന്നിട്ട് അതും വാങ്ങിച്ച് വളിച്ചു നോക്കി തിന്നിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യും? അതേ യഹൂദനെ തെറി വിളിക്കാൻ ഇറങ്ങിയിരിക്കും. ജിഫ്രി മുഹമ്മദ് അവന്റെ ഉമ്മയുടെ കൊതത്തിൽ മിസൈല് കയറാതെ നോക്കാൻ എന്ത് ചെയ്യണം റീനാന്ന്. ജിഫ്രി മുഹമ്മദ് മിസൈലിന്റെ മുമ്പിൽ പോയിട്ട് നിന്റെ ഉമ്മ കൊതവും കാണിച്ചുകൊണ്ട് നിൽക്കാതിരുന്നാൽ മതി, നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് മിസൈല് കയറത്തില്ല. ജിഫ്രി മുഹമ്മദേ, സഹോദരങ്ങളെ, ഡോക്ടറുടെ പന്തി എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മിസൈലും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ യുദ്ധവുമായിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അവനൊരു സംശയം, അവന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് മിസൈല് കയറാതിരിക്കാൻ റീന എന്റെ ഉമ്മ എന്താണ് ചെയ്യേണ്ടതെന്ന്. ജിഫ്രി മുഹമ്മദേ, മിസൈല് വരുന്ന സമയത്ത് നിന്റെ ഉമ്മ കൊതവും കാണിച്ച് നിൽക്കാതിരുന്ന ബങ്കറിൽ വല്ലതും പോയാൽ നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് മിസൈല് കയറത്തില്ല. ഓക്കെ മോനെ, ശരി. സമാധാനമായോ? മറുപടി ബോധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊതമതിന്റെ വായ കക്കൂസാണെന്ന്. കൊതമതിന്റെ വായ കക്കൂസല്ല, അതുക്കും മേലെയാണെന്ന്. ഇത് തന്നെയാണ് ഞങ്ങളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊതമതിന്റെ വായ കക്കൂസാണ്, അതുക്കും മേലെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അതിനകത്തിരുന്ന് എപ്പോഴും പാട്ട് പാടുന്നത്. എപ്പോഴും എങ്ങനെയാ? ആറാണ്ടപ്പന് തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞിട്ട് ആ കക്കൂസിന്ന് പാട്ട് പാടുന്നത് അതുകൊണ്ടാണ്. കൊതമതിന്റെ വായ കക്കൂസല്ല, അതുക്കും മേലെയാണ്. മനസ്സിലായോ? ഈ കൊതമത് എങ്ങനെയാണ് ഈ തീട്ടം കൊണ്ടുവന്നതെന്ന് അറിയാമോ? തൂറാൻ എന്ന് പറയുന്ന തീട്ടം കൊണ്ടുവന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇവനൊരിക്കൽ കടലിൽ തൂറാൻ പോയി. കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ ഹൂറികളെല്ലാം കൈകൊട്ടി പാടി കോയ മുക്കിത്തൂറ് 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 കോയ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. അങ്ങനെ കൊതമത് കോയ അങ്ങനെ മുക്കിത്തൂറിയാണ് തീട്ടം എന്ന തൂറാൻ എന്ന തീട്ട പുസ്തകം കൊണ്ടുവന്നത്. അത് വന്നതോടുകൂടി നാട്ടിലെ സമാധാനം പോയി, സന്തോഷം പോയി, എല്ലാം പോയി. ഒരു വേശ്യാലയം രൂപപ്പെട്ടു. പിന്നെ എന്താ? പിന്നെ പറയണ്ട. ആ വേശ്യാലയത്തിൽ കയറി വന്നിരുന്ന് കാമാത്തിപ്പുരയിലും സോണാക്കാച്ചിയിലും 72 ഹൂറിമാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊല്ലും കൊലയും. ചുമ്മാ കിടക്കുന്ന മതസ്ഥരെല്ലാം ഓട്ടിച്ചിട്ട് കൊല്ലുക, ചുമ്മാ അഴിക്കുന്ന സ്ഥലത്തെല്ലാം മിസൈല് പൊക്കിയിടുക, ചുമ്മാ കിടക്കുന്ന സ്ഥലത്തെല്ലാം സമാധാനമൊക്കെ ഉണ്ടാക്കുക, വല്ലവരുടെയും ലൈവിൽ കയറി തെറി പറയുക. ഇങ്ങനെയുള്ള എല്ലാ അനാശാസ പ്രവർത്തനങ്ങളും കൊണ്ടുവന്നു ആ തീട്ടം എന്ന് പറയുന്ന പുസ്തകം. ഇവിടെ ടൈം 11:21. അതാണ് ഇവിടുത്തെ ടൈം. മനസ്സിലായോ? അതുകൊണ്ട് ഇതെല്ലാം കൊതമതെന്ന് പറയുന്ന ഉണ്ടാക്കി വെച്ച മതത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ. അല്ലാതെ ഇതൊരു രാജ്യത്തോടുള്ള സ്നേഹമോ പ്രണയമോ ഒന്നുമല്ല. ഈ സുന്നികൾക്കൊന്നും ഷിയകളോട് ഒട്ടും സ്നേഹമില്ല. കണ്ടടത്ത് വെച്ച് തമ്മിൽ എന്ത് ചെയ്യുക? ഷാഹൂൽ അമ്പലത്ത് ലേശം തക്കാളി ജ്യൂസ് ഉമ്മാക്കി കൊടുത്തോളൂ. ഡോണ്ട് വെറി കുട്ട. എന്റെ ഉമ്മയ്ക്ക് ഇപ്പം കൊതത്തി മിസൈല് കയറി തൂറി നടക്കുവാണോ? എന്നാ പിന്നെ നിന്റെ ഉമ്മയ്ക്ക് തക്കാളി ജ്യൂസ് കൊടുത്തിട്ട് കാര്യമില്ലടാ. ഷാഹൂൽ അമ്പലത്തെ നിന്റെ ഉമ്മയ്ക്ക് കൊതം കീറി കിടക്കുന്നത് കൊണ്ടാണല്ലോ മിസൈല് കയറി കൊതം കീറി കിടക്കുക. ഉമ്മയ്ക്ക് ലേശം തക്കാളി ജ്യൂസ് കൊടുത്താൽ ശരിയാകുമോ എന്നാ ചോദിക്കുന്നത്. ഡോക്ടറിന്റെ പന്തിയിലാണെന്ന് വിചാരിച്ചോ? പറഞ്ഞ മിസൈലും കൊതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ ഈനടുത്ത് ചോദിച്ചാലേ അതിനുള്ള ഉത്തരം കിട്ടത്തോളം അവന് മനസ്സിലായി. ഷാഹൂലേ
ഷാഹൂൽ അമ്പലത്തെ നിന്റെ ഉമ്മയ്ക്ക് തക്കാളി ജ്യൂസ് കൊടുത്താൽ കൊതത്തിന്റെ തീട്ടലും തൂറ്റലൊന്നും പോകത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് 3 നേരം തൂറാനെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? അരച്ച് കലക്കി നിന്റെ ഉമ്മയുടെ വായിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഓരോ പേജായിട്ട് അങ്ങ് കീറിയാൽ മതി. തൂറാനെടുത്ത് വെച്ച് അത് ഓരോ പേജായിട്ട് കീറുക. ഉമ്മയുടെ വായിലോട്ട് എന്ത് കൃപാസനം പത്രം അരച്ചു കൊടുത്ത് ഓരോരുത്തരും സൗഖ്യം പ്രാപിക്കുന്നില്ലേ, അതുപോലെ തൂറാൻ കീറി നിന്റെ ഉമ്മയുടെ വായിലോട്ട് അരച്ച് കഴുകി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഉമ്മയുടെ കൊതത്തിന്റെ മിസൈല് കീറിക്കിടക്കുന്ന കൊതം റെഡിയായിക്കോളും. തക്കാളി ജ്യൂസിൽ ഉമ്മയുടെ കൊത ശരിയാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഷഹി അൻവർ സ്വന്തം പ്രൊഫൈലിൽ വന്ന് ഈ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ഞാൻ കാട്ടിത്തരാമായിരുന്നു. പക്ഷെ നീ സ്വന്തം പ്രൊഫൈലിലല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഏത് അങ്ങേ അറ്റമുള്ള മിസൈൽ എടുത്തോണ്ട് വേണമെങ്കിൽ വാ, ഞാൻ റെഡി. റെഡി, നീങ്ക റെഡിയാ? റെഡി, ഹേ നീങ്ക റെഡിയാ? മഞ്ജുഷ, ഡോണ്ട് ഫേക്ക് ഐഡികൾക്ക് ഇവിടെ പ്രവേശനമില്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. മഞ്ജുഷയുടെ പേരിൽ ഒരു തുലിക്കൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ റീനയെ മുഖത്തോട് മുഖം ഫേസ് ചെയ്യാനായിട്ട് ആ തുലുക്കന് പേടിയുണ്ട്. അതുകൊണ്ട് ഫേക്ക് ഐഡിയിൽ വന്നിരിക്കുക റീനയോട് മുട്ടാനായിട്ട്. എന്തിനാ മക്കളെ നിങ്ങൾ പേടിക്കുന്നേ? ഇങ്ങനെ പേടിയുള്ളവരെന്ത് ചെയ്യരുത്, കമന്റുമായിട്ട് വരരുത്. മിണ്ടാതെ വരിക, ലൈവിൽ കാണുക, ഞാൻ പറയുന്നത് എന്തെങ്കിലും കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക, ഇറങ്ങിപ്പോകുക, അത്രമാത്രം മതി. അനീസ് ബിൻ സുബീർ. അയ്യോ, നീ സുബീറിന്റെ മോനല്ലടാ. ഉമ്മ പറവടി ആയതുകൊണ്ട് നീ സുബീർ എന്ന് പറയുന്ന ആളുടെ മോനല്ല എന്നുള്ളത് 100% ഉറപ്പിക്കാം. അതുകൊണ്ട് നീ തൽക്കാലം പോയി അനീസ് ബിൻ സുബീറെ ആ ബാപ്പേന്റെ പേര് മാറ്റ്. മനസ്സിലായോ? അനീസ് ബിൻ സുബീർ അല്ല, അനീസ് ബിൻ മലപ്പുറം എന്ന് വേണം ഇടാനായിട്ട്. കാരണം ഉമ്മ മലപ്പുറത്ത് ഓടി നടന്ന് വെടിവെച്ചത് കൊണ്ട് ഏത് വകയിലാ നീ മോയെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ട്. ആദ്യം DNA ഒക്കെ എടുത്ത് തന്ത ആരാൻ തിരക്കിയിട്ട് പിന്നെ സുബീർ എന്നൊക്കെ അവിടെ ഇടാം കേട്ടോ. ഉമ്മുമ്മ കൂട്ടിക്കൊടുത്ത് മലപ്പുറത്ത് കൂട്ടിക്കൊടുത്തുണ്ടാക്കിയ മോനാണെന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അനീസ് ബിൻ സുബീറെ, അനീസ് ബിൻ മലപ്പുറം എന്നാ നിന്റെ പേരിടേണ്ട, സുബീർ എന്നല്ല. കള്ളവടിക്കുണ്ടായ മോനല്ലേ? ഉമ്മ കള്ളവടി വെച്ചുണ്ടാക്കിയിട്ട മോന് ഇവിടെ വന്നിട്ട് സുബീറിന്റെ പേര് വിലസുക. പോടാ. ഉമ്മ പറഞ്ഞു തന്ന പേരും വെച്ചിട്ടല്ലേ വിലസുന്നേ. ഉമ്മയ്ക്കേ അറിയത്തില്ല അത് ഏതാണെന്ന്, സുബീറാണോ കബീറാണോ അമീറാണോന്ന് പോലും ഉമ്മയ്ക്ക് നേരാവണ്ണം അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ഇവിടെ വന്നിരുന്ന് മോങ്ങുന്നത്. സഹോദരങ്ങളെ, ഒത്തിരി ലേറ്റ് ആയില്ലേ രാത്രിയില്ലേ? അപ്പൊ എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കോ. നാളെ മിസൈല് വല്ലതും കൊമേനിയുടെ കുളത്തിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, നാളെ മനസ്സിലായോ? നാളെ കൊമേനിയുടെ കുളത്തിലോട്ട് വല്ല മിസൈലും കയറുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേഷൻ നാളെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ സമാധാനത്തോടു കൂടി ഇന്ന് കിടന്നുറങ്ങിക്കോ. ഇസ്രായേൽ സമാധാനത്തോടെ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ലൈവില് എവിടുന്ന് എവിടം വരെയൊക്കെ നടന്നു വന്നു നിങ്ങൾ കണ്ടതല്ലേ. ഇവിടെ ഒരു അന്തരീക്ഷവും ഭീകര അന്തരീക്ഷവും അല്ല, എല്ലാ അന്തരീക്ഷവും നല്ല അന്തരീക്ഷം തന്നെയാണ്. വർഗീസ് ഗോർഗാൻ, എന്തിനാ ചേച്ചി വേണ്ട വിട്ടേക്ക്, ജീവിച്ച് പോട്ടെ. അയ്യോ, അങ്ങനെ വിടരുത്. അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റിയ അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റിയ ശവങ്ങളല്ല ഈ ശവങ്ങള്. ഈ തീട്ട ശവങ്ങൾക്ക് ഇനി ജീവിക്കാൻ പഠിക്കാനുണ്ട്. മനുഷ്യ സഹജീവികളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് പഠിച്ച് ഈ തീട്ട ശവങ്ങൾ നന്നായിട്ട് ജീവിച്ചതിന് ശേഷം മതി ഇവരെയൊക്കെ വെറുതെ വിടാനായിട്ട്. മനസ്സിലായോ? അപ്പം റെഡി, നീങ്ക റെഡിയാ? റെഡി, നാനടിച്ച തങ്ക മാട്ട 4 മാസം തൂങ്കപ്പെട്ട മോദിപ്പാര് വീട് പോയി സേറമാട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും
നാളെയും ലൈവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിസൈല് ഇറാന്റെ ബങ്കർ എന്തുവാ ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല, വേറെ ഏത് തരത്തിലുള്ള മിസൈലുകൾ വേണമെങ്കിലും കൊണ്ടുവരിക. പക്ഷേ സ്വന്തം പ്രൊഫൈലില് ഫേസ് ടു ഫേസ് യുദ്ധമാണ്. ഓക്കെ, അല്ലാതെ എന്നെ കണ്ടം വഴിക്ക് ഓടി ഫേക്ക് ഐഡികൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കരയരുത്. യുദ്ധം ചെയ്യാൻ മോഹമുള്ളവരൊക്കെ ഫേസ് ടു ഫേസ് യുദ്ധം ചെയ്യാൻ തയ്യാറാകുക. ഏത് തരം നിങ്ങൾ തീട്ടത്തിൽ ഉരുണ്ട് വന്നോ, നോ പ്രോബ്ലം റിയ. മനസ്സിലായോ? ഒരു കൈ നമുക്ക് നോക്കിയിട്ട് തന്നെ പോകാം. ഓക്കെ, അങ്ങനെ എൻ്റെ പേജിൽ ഞാൻ ആളായി നിൽക്കുന്നതല്ലേ നല്ലത്. എൻ്റെ വീട്ടിൽ എനക്ക് നാനേതാൻ റാണി. എനക്കാര്? எனக்கு நானே தான் ராணியா வாழுறேன். எனக்கு நானே தான் ராணியா வாழுறேன். எனக்கு நானே தான் ராணியா വാഴുറേൻ. എനിക്ക് നാനേ தான் റാണിയാ വാഴുറേൻ. അപ്പം എൻ്റെ പേജിൽ രാജാവ് കളിക്കാൻ വരുന്നവന്മാർ സൂക്ഷിച്ചും കണ്ടും വേണം എൻ്റെ പേജിൽ രാജാവ് കളിക്കാൻ. എനിക്ക് ഞാൻ തന്നെയാണ് റാണി, എൻ്റെ പേജിൽ ഞാൻ തന്നെയാണ് റാണി. ഓക്കെ, അപ്പം ലഹീത്രോത്ത്. ഓക്കെ, അയ്യോ ഷാഹൂൽ അമ്പലത്ത് ആ ഉമ്മയുടെ കുതത്തിൽ മിസൈൽ കയറിപ്പോവാതെ നോക്കിക്കോ. ഷാഹൂൽ അമ്പലത്തെ ഉമ്മയുടെ കുതത്തിൽ മിസൈൽ കയറിപ്പോകാതെ നീ സൂക്ഷിച്ചോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ മാന്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി അവൻ്റെ ഉമ്മയുടെ കുതത്തിൽ മിസൈൽ കയറാതെ വണ്ണം അവൻ്റെ ഉമ്മയെ അവൻ സൂക്ഷിക്കാമെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണെന്ന്. നല്ല കാര്യം ഷാഹൂലെ, ഉമ്മയുടെ കുതത്തിൽ മിസൈൽ കയറാതെ നോക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ വേണം പിള്ളേരാണെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ ചെല്ലു മോനെ, ഗുഡ് നൈറ്റ്.